രാഷ്ട്രീയ കൊലപാതകങ്ങൾ എന്ന് പറയുന്ന ഒരു പ്രത്യേക കാറ്റഗറി ഓഫ് കൊലപാതകം ഇവിടെ കുറേ കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. കുറേ പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്, കുറേ ആൾക്കാർ. എനിക്കറിയാവുന്ന ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, എനിക്കറിയാവുന്ന ആൾക്കാർ കൊന്നിട്ടുണ്ട്. ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനകത്ത് നിന്ന് കൊലപാതകവും കൊല്ലപ്പെടുകയും കൊല്ലുന്നതും പ്രതികൾ എനിക്കും അറിയാം കുറേ പേര്. അപ്പം ഇതിനകത്ത് ഈ രാഷ്ട്രീയ കൊലപാതകം എന്ന് പറയുന്ന കൊലപാതകമേ അത് ഭയങ്കര നോർമലൈസ് ചെയ്തിട്ടുള്ളൊരു സാധനമാണ് കേരളത്തിൽ. അത് ഈയിടെയാണ് പിന്നെയും അതൊന്ന് ചർച്ചയൊക്കെ ആയത്. ലൈക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല, ഇതൊന്നും ശരിയല്ല എന്നൊക്കെ പറയുന്നൊരു സാധനം വന്നതേ ഈ അടുത്ത കാലത്ത്. അതിന് മുമ്പ് ഇപ്പോൾ ഒരു CPM-കാരൻ കണ്ണൂർ കൊല്ലപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു BJP-കാരൻ കൊല്ലപ്പെടും, പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു CPM-കാരൻ കൊല്ലപ്പെടും. പിന്നെ അതിന് മുമ്പ് കോൺഗ്രസും എറണാകുളത്തൊക്കെയാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കൂടിയുള്ള പാല സൈഡിലൊക്കെ ഉണ്ട്. അവിടെ കാണും. ഈ കോട്ടയം പാല സൈഡിലൊക്കെ കോൺഗ്രസ്സുകാരാണ് കൊന്നുകൊണ്ടിരുന്നത്. പിന്നെ കോൺഗ്രസ്സുകാർ ചെയ്യുന്ന പരിപാടിക്കകത്ത് അന്നത്തെ പ്രത്യേകത എന്താ വെച്ചാൽ കൂടുതലും പോലീസിനെ വെച്ചാൽ ചെയ്യിക്കുന്നത്. ഈ പോലീസുകാരെ കൊണ്ട് ഉരുട്ടി കൊന്നു, കമ്മ്യൂണിസ്റ്റുകാരെ പിടിച്ചുകൊണ്ട് ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, അത് പോലീസുകാരാണ് ചെയ്യുന്നത്. മറ്റേ നിക്കറൊക്കെ ഇട്ട് വന്നിട്ട് പിടിച്ചുകൊണ്ട് ചതച്ച് കളയും. അത് വേറൊരു സാധനം തന്നെയാണ്. ഇത് അതല്ല, ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള വൈരാഗ്യം എന്നാൽ വേറൊരു രസം എന്താണെന്ന് പറയുമ്പോൾ ഈ രാഷ്ട്രീയ കൊലപാതകം എന്നൊക്കെ പറയുമെങ്കിലും ഇതൊക്കെ പ്രാദേശിക വിഷയങ്ങളൊക്കെ ആയിരിക്കും. ഹലോ നീ കമ്മ്യൂണിസ്റ്റ് ആണോ എന്ന് ചോദിക്കത്തില്ലേ ഇവിടെ ഏത് ഞാൻ ഇതിനു മുമ്പ് നമ്മൾ എന്താണെന്നറിയാം, അന്ന് കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ കൊല്ലം വലിയ റിബലാ, മനസ്സിലായി. അതായത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ വലിയ പാർട്ടിയുടെ റിബലുകളാ. കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ മാവോയിസ്റ്റോ നക്സലൈറ്റിനെ പോലെ കൺസിഡർ ചെയ്യുന്ന ആൾക്കാരാണ്. അല്ലാതെ അവരെ അംഗീകരിച്ചിട്ടൊന്നും അവർ ഈ ഫൈറ്റ് ചെയ്ത് വരുന്നതാണല്ലോ. നാട്ടില് വാരിക്കുന്തം കൊയ്ത്തരുവാൾ ഇതാ സീൻ, കത്തി കടാര കുത്ത് എട്ട് ഇടി ഈ പറഞ്ഞ പോലെ ഒളിവിലെ ഓർമ്മകൾ എന്നൊക്കെ പറഞ്ഞ സാധനമൊക്കെ വരുന്ന ഓർക്കുന്നുണ്ടോ? പഴയ സിനിമകൾ കണ്ടിട്ടില്ലേ, മറ്റേ രക്തസാക്ഷികൾ, സിന്ദാബാദ്, ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ എന്ന് വെച്ചാൽ അന്ന് ഇവര് ഫൈറ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും വെട്ടും കുത്തും കൊലയും തന്നെയാണ്. അത് ആ കാലഘട്ടം അങ്ങനെയാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ നടന്നതെന്താണെന്ന് ചോദിക്കണം. പിന്നത്തെ കേസ് നടന്നത് മുഴുവൻ പൊളിറ്റിക്കലായിട്ടുള്ള സാധനം വെച്ചുകൊണ്ട്. ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം. എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു കാര്യം പറയാം. രണ്ട് പേര് തമ്മിലൊരു പ്രശ്നം നടക്കുന്നു. ഇവിടെ എറണാകുളം ജില്ലയിൽ നടന്നൊരു കാര്യം. രണ്ട് വ്യക്തികൾ തമ്മിലൊരു പ്രശ്നം നടക്കുന്നു. പ്രശ്നം എന്തോ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നം നടക്കുന്നു. ഈ പ്രശ്നം കഴിഞ്ഞ് അടുത്ത 15-20 മിനിറ്റിനകത്ത് ഈ പ്രശ്നം പൊളിറ്റിക്കൽ ഇഷ്യൂ ആയി മാറി. അങ്ങനെ ഒരു പ്രശ്നമേ ആയിരുന്നില്ല അത്. അതൊരു രാഷ്ട്രീയ പ്രശ്നമായി മാറുന്നു. പിന്നെ അവിടുന്ന് അത് പിന്നെ കോൺഗ്രസ് മറ്റേ CPM-മാർ അത് ടേക്ക് ഓവർ ചെയ്യുന്നു. പിന്നെ ഇവർ വരുന്നു, BJP-ക്കാർ വരുന്നു. ഇത് കക്ഷി മാറി തിരിഞ്ഞു നിന്ന് ഇവർ പരിപാടി നടത്താൻ തുടങ്ങി. മനസ്സിലായോ? അപ്പം ഇങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ ഇവിടെ അവതരിപ്പിച്ച് ഒരു ഘട്ടം കഴിയുമ്പോഴേക്കും അതായത് എൻ്റെ അനുഭവത്തിൽ എനിക്ക് നേരിട്ടറിയാവുന്നൊരു കാര്യം ഞാൻ പറഞ്ഞു. ഇതുപോലെ 100 കണക്കിന് പ്രശ്നങ്ങൾ എല്ലാം പ്രാദേശിക വിഷയങ്ങളാണ്. ഇവർ ഈ പറയുന്ന പൊളിറ്റിക്കൽ ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പൊളിറ്റിക്കൽ ഇഷ്യൂ എന്താണ്? ഇവർ പറയുന്ന എന്താ, കമ്മ്യൂണിസോ? പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പം ഈ TP പ്രശ്നം എന്തോ അതാ പറഞ്ഞത്, അത് രാഷ്ട്രീയമാണ്. അതുപോലെ തന്നെ ചില നേതാക്കന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇച്ചിരി മാറിപ്പോയാൽ ചിലയിടത്ത് കയറി വന്നാൽ അടിച്ചു കളയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊന്ന്. പക്ഷേ പ്രശ്നം കോമഡിയാണ്. ലോകത്ത് വേറൊരിടത്തും രാഷ്ട്രീയ കൊലപാതകം എന്ന് പറഞ്ഞൊരു കൊലപാതകം നടക്കുന്നില്ല. ലോകം മുഴുവനും രാഷ്ട്രീയമുണ്ട്. ഇന്ത്യ മാത്രം ഈ പ്രശ്നമുള്ളൂ. അതായത് ഇവിടുത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് രാഷ്ട്രീയം അറിയത്തില്ല. ഇവർ രാഷ്ട്രീയക്കാരല്ല. ശരിക്കും ഇവർ രാഷ്ട്രീയ പ്രവർത്തനം അല്ല നടത്തുന്നത്. അല്ല, ഇവരൊരു പാർട്ടി പ്രവർത്തനമാണ് നടത്തുന്നത്. ഇവരാരും രാഷ്ട്രീയക്കാരല്ല. ഇവർ ഓരോരുത്തരും ഓരോ പാർട്ടി പ്രവർത്തനമാണെങ്കിലും അതിനകത്തൊരു ജനാധിപത്യം ഉണ്ടാവുമല്ലോ. ഇല്ല, അല്ല, പാർട്ടിക്കകത്ത് ജനാധിപത്യം ബോധമുണ്ടോ? പ്രശ്നം എവിടെന്നറിയോ? ഇപ്പൊ താൻ നോക്ക്, ഇവിടെ ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഭരിക്കുന്നത്. അപ്പൊ പാർട്ടി ഭരിക്കുന്നതുകൊണ്ടാ സമരം ചെയ്യാത്തേ. പാർട്ടി ഭരിക്കുമ്പോ പിന്നെ എങ്ങനെ സമരം ചെയ്യാൻ പറ്റും? പാർട്ടി പ്രതിപക്ഷത്തോട്ടെ അപ്പൊ സമരം ചെയ്യാം. അതാ പറഞ്ഞേ, ഇവര് പാർട്ടിക്കാരായിട്ടങ്ങ് ജീവിക്കുക. അതായത് ഇവിടെ ഇപ്പോൾ പാർട്ടി ഭരിക്കുന്ന സമയത്ത് എന്തെങ്കിലും കുഴപ്പങ്ങളോ പ്രശ്നങ്ങളോ ഇഷ്ടം പോലെ നടക്കും. ഇപ്പൊ പിൻവാതിൽ നിയമനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വല്ല കോൺഗ്രസ് ഭരിക്കുന്ന സമയത്തായിരിക്കണം ആ ജലപീരങ്കിയൊക്കെ അവിടെ വെറുതെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ബാരിക്കേഷൻ എന്നൊരു പണിയില്ലാതായിട്ട് കുറെ വർഷമായി. ഇവിടെ എന്തൊക്കെ നടന്നേനെ, കൊറോണ സമയത്ത് എന്തൊക്കെ നടന്നേനെ, ഫ്ലഡ് സമയത്ത് എന്തൊക്കെ നടന്നേനെ. അത് കഴിഞ്ഞ് പിന്നെ ഉണ്ടായല്ലോ വേറെ എന്തൊക്കെ. ഓരോ സമയത്തും ഈ പോട്ടെ, ഇവിടെ മുണ്ടക്കൈ ഈ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ മോഹൻലാൽ അവിടെ ചെന്ന സമയത്ത്, മോഹൻലാൽ മറ്റേ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്താണ് ചെന്നിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞ സാധനത്തിന് എന്നെ പോലീസ് സ്റ്റേഷനിലായിരിക്കത്തില്ല കൊണ്ടുവന്ന് എന്നെ അവിടെ ഇറക്കി. അവിടെ ചിലപ്പോൾ ഇവന്മാർ വലിയ പ്രശ്നം ഉണ്ടാകും. എന്താ സംശയിക്കുന്നത്? അയാൾ അവിടെ പോകത്തില്ല. ഒന്നാമത്തെ കാര്യം, ആര് വിട്ടാലും അവിടെ വിഷയമാക്കും. അതിനകത്ത് ഇതൊക്കെ ചർച്ചയാവും. പിന്നെ ചർച്ചയുടെ ഗതി മാറുക ഉറപ്പത്.
കാരണം ആ സംഭവം അങ്ങനെ ഇങ്ങനല്ല പിന്നെ കാണുന്നത്. CPM-മാരെ കൊള്ളാവുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാം, പ്രതിപക്ഷം കേസ് പിടിക്കാൻ ഇത്രയും നല്ല ആൾക്കാർ. അതായത് അങ്ങനെ വന്ന ഞാൻ ഈ പഠിക്കുന്ന പല കേസുകളും പ്രശ്നമാണ് ഇവിടെ. ഇവന്മാര് പിടിക്കത്തില്ല. ഇവരിപ്പോ ഇവിടെ ഇരിക്കണോണ്ടേ പിടിക്കാൻ പറ്റില്ലല്ലോ. ഇവരിപ്പോ ഡിവൈഎഫ് ഒക്കെ സമരം ചെയ്ത് മറന്നു പോയെന്നു, മുദ്രാവാക്യൊക്കെ മറന്നു പോയിണ്ടാവും. എന്തിനാ ആദ്യം പറഞ്ഞത്? സുരേഷ് ഗോപി കാണിച്ച പണികള് അല്ല, സുരേഷ് ഗോപി കിടന്ന് കാണിച്ചില്ലേ കുറച്ച് പരിപാടി? ഏതാ ആളാവാൻ വരരുത്. ഇതിനൊന്നും വലിയ സീനാവാത്തതിന്റെ കാരണം അതാ. ഇത് ഭരണപക്ഷത്ത് ഇരുന്നാൽ നടക്കത്തില്ല, അത് പ്രതിപക്ഷത്താണ്. ഇത് അന്നൊരു ഹർത്താലാ. സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരുടെ കൈ തൊട്ടു. ഹർത്താൽ പരിപാടി ഇപ്പൊ ഭയങ്കര ചർച്ചയും ചർച്ചയിലൊക്കെ സഖാക്കൾ വന്നിരുന്നു മേരിപ്പ്. അവിടെയാണ് ഈ പ്രശ്നം ഇരിക്കുന്നത്. ഇവര് പാർട്ടി ഭരിക്കുന്ന സമയത്ത് അഴിമതി ഉണ്ടായാലോ എന്തെങ്കിലും പ്രശ്നം കണ്ടാലോ മിണ്ടത്തില്ല. ആൾക്കാർക്ക് എന്തോ വേറെ പോലെ ആയി പോവും. മനസ്സിലായില്ലേ? ഇത് കോൺഗ്രസ്സുകാരെന്താ ചെയ്യുന്നത്? കോൺഗ്രസ്സുകാർ പിന്നെ അണികളില്ലാത്തതുകൊണ്ട് സമരം ചെയ്യാൻ ആരുമില്ല. ഓൺലൈനിൽ പോലും വന്ന് പറയാൻ ആളില്ല. എങ്ങനെയോ ഈ പ്രാവശ്യം മടുത്തിട്ട് ഈ പറഞ്ഞ മോഡി വരുന്ന പോലെ വരാൻ പോകുന്നതിന്. ഈ ചാനൽ ചർച്ചയിലൊക്കെ വന്നിരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് മറ്റേ മാങ്കൂട്ടത്തിലൊക്കെ. അയാളൊക്കെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കേണ്ട സീനിലോട്ട് വന്നു. അവരുടെ കൂട്ടത്തിലൊന്നും ആൾക്കാരൊന്നുമില്ല വലിയ കാര്യമായിട്ട്. ഫിറോസ് കുന്നപ്പറമ്പിലിനെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കി എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി എന്താ അവസ്ഥ എന്ന്. അത് കണ്ടിട്ടാന്ന് തോന്നുന്നു ഡിവൈഎഫ് ജീൻസ് ഒക്കെ ഇട്ട് ഒരു ഇൻകുലാബ് വിളിച്ച ഒരു പരിപാടി നടത്തിയായിരുന്നു. പുരോഗമനപരമായിട്ടുള്ള ഒരു സമയം. ജീൻസും ടീഷർട്ടും ഇട്ട ഡിവൈഎഫ്ഐക്കാർ. അതിനിടയ്ക്ക് ലീഗ്, SDPI, അതൊക്കെ എന്താണത്? എനിക്ക് അറിഞ്ഞോട്ടെ എന്താണ് അതിന്റെയൊക്കെ ഒരു പരിപാടി. SDPI പിന്നെ സംഘപരിവാർ, അത് പിന്നെ അതങ്ങനെ വേറൊരു കൂട്ടര്. ഹനുമാൻ സേനയോ എന്തോ ആൾക്കാരാണ് ഇവരുടെ പ്രശ്നം. ഇവരെല്ലാം ആ ഗ്രൂപ്പ് അങ്ങനെ ഇരിക്കുവാന്ന്. അവരൊക്കെ എങ്ങനെ രാഷ്ട്രീയ പ്രവർത്തകരാകുന്നെന്ന് എനിക്ക് മനസ്സിലായില്ല. അല്ല, രാഷ്ട്രീയ പ്രവർത്തകർ എന്ന് പറഞ്ഞാലേ ഇവര് ഓരോ ഐഡിയോളജി വെച്ചിട്ടാണല്ലോ ഈ പരിപാടി നടത്തുന്നത്. ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസം എന്ന് പറഞ്ഞ ഐഡിയോളജി തന്നെ ജനാധിപത്യത്തിനകത്ത് വർക്കാവില്ല. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ജനാധിപത്യത്തിലൂടെ വർക്കാവുന്ന സാധനമല്ല കമ്മ്യൂണിസം, ഒന്നാമത്തെ കാര്യം. പിന്നെ അതിനെ ഇങ്ങനെ ഇതിന്റെ ഇടയിൽ കൂടെ കയറ്റി നൈസായിട്ട് ഇറക്കി വെച്ചിട്ട് ഒരു ജനാധിപത്യപരമായ കമ്മ്യൂണിസമാണ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു സൈഡിൽ. പിന്നെ ഉള്ളത് എന്താണ്? കോൺഗ്രസിന്റെ കാര്യം പിന്നെ നമുക്കറിയാലോ, അത് കുടുംബക്കാരുടെ പരിപാടിയാണ്. കുടുംബക്കാരും ഗ്രൂപ്പും കേരളത്തിൽ പള്ളി വക NSS എല്ലാരും ഉണ്ട്. അതിനകത്തുണ്ട് മറ്റേ ഇത് ലീഗ്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലപ്പോ അനങ്ങി ഇച്ചിരി അങ്ങോട്ട് വിട്ടുവീഴ്ച ചെയ്യും. ലീഗൊക്കെ എപ്പോ എന്താവുന്നൊന്നും പറയാൻ പറ്റില്ല. ലീഗൊക്കെ ഈ പറഞ്ഞ പോലെ UDF-ന്റെ ഭാഗമാണ്. അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ല, ഇതൊന്നും പറയാൻ പറ്റുന്നില്ല. അതൊക്കെ ചിലപ്പോൾ CPM-ന്റെ ഭാഗമാവും, LDF-ന്റെ ഭാഗമാവും ഏതെങ്കിലും ഘട്ടത്തിൽ. അതൊന്നും ഇല്ലെന്നൊന്നും പറയാൻ പറ്റുന്നില്ല. പിന്നെ ഇവരെല്ലാവരും ഈ കൊടുക്കൽ വാങ്ങലിനും മിടുക്കന്മാരാണോ. ഇവരൊന്നും തമ്മിലൊരു പ്രശ്നമില്ലാത്ത എന്താ? ഇവർ ചാനൽ ചർച്ചയിൽ അഴിമതി മറ്റേതെന്നൊക്കെ പറയുമെങ്കിലും ഇത് കേസാവോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് വലിയ അന്വേഷണം നടക്കുമോ അല്ലെങ്കിൽ ഇത് ആരെങ്കിലും പിടിക്കുമോ അറസ്റ്റ് ചെയ്യുമോ അതൊന്നും വേണ്ടവർക്ക്. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും വാങ്ങിയാണ്. വെറുതെ ഒന്ന് ആളെ പറ്റിയാണ്. ഇവിടെ ഒരു പരിപാടി നടത്തുന്നത് 70-30 ആണോ 60-40 ആണോ ഷെയർ എന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു പ്രശ്നമേ ഉള്ളൂ. ആ പ്രശ്നത്തിൽ നിന്ന് ഇത് 60-40 ആക്കാം, അല്ലെ 70-30 ആവും. അപ്പോൾ പ്രശ്നം കൂടിക്കഴിഞ്ഞാൽ പ്രശ്നം വലിയ കൂട്ടാൻ പറ്റും എന്നൊരു സംഭവം കാണിക്കണം. ഇപ്പൊ നിങ്ങൾ തന്നില്ല, അപ്പോൾ അടുത്ത 10% വരുന്നത് വരെ നിക്കട്ടെ. അപ്പൊ ആ 10% ഒന്നെങ്കിൽ നഷ്ടമാവും, അത് 20 നഷ്ടം ഉണ്ടാക്കും. അപ്പൊ അവന്റെ 70-തൊന്നും പിന്നെയും പോവും. ചിലപ്പോ അത് പിന്നെ ഇവര് കണക്ക് കൂട്ടുമ്പോഴേ 30 എനിക്ക് കിട്ടത്തുള്ളൂ, 2-3 വർഷം കൂടെ കഴിഞ്ഞാൽ മനസ്സിലായില്ലേ വാല്യൂ കുറയുവാണല്ലോ. മണി വാല്യൂ കുറയുന്നതിനനുസരിച്ച് ഇപ്പൊ നീ 30 സെറ്റിൽ ചെയ്യാനാണ് 40 പറ്റുന്നില്ല. എല്ലാവരും നടക്കാത്തൊരു കണ്ടീഷൻ ഉണ്ടാവും. അപ്പൊ അത് അഡ്ജസ്റ്റ് ചെയ്ത് വിടുക, പിന്നെ നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അത് ഭംഗിയായിട്ട് അങ്ങ് നടത്തി കൊടുത്താൽ ചിലപ്പോൾ ആരും ഒന്നും പറയത്തില്ല. അത്രേ ഉള്ളൂ ഇവരുടെ പരിപാടി. നേതാക്കന്മാരുടെ പരിപാടി അതാ, എല്ലാവർക്കും കിട്ടണം. ഇവിടെ ഓരോ ഗ്രൂപ്പിനെ പിടിച്ചിട്ട് അവർക്ക് എന്ത് കിട്ടണം ഇവർക്ക് എന്ത് കിട്ടണം എന്നുള്ള ചർച്ച മാത്രമേ നടക്കത്തുള്ളൂ. പ്രശ്നം എവിടെയെന്ന് അറിയാമോ? ഇവരെന്നിട്ട് ഈ പാവങ്ങൾ, ഈ പാർട്ടിക്കാരുണ്ടല്ലോ, ഈ അനുഭാവികളും അണികളും പ്രവർത്തകരും പാർട്ടി മെമ്പർമാരും ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ, ഇവർ ഭയങ്കര വൈര്യത്തിലാണ്. ഇപ്പം നേരത്തെ നമ്മൾ മറ്റേ പറഞ്ഞ ഈ ക്യാൻസൽ കൾച്ചർ ഉണ്ട്. ഇവിടെ ക്യാൻസൽ കൾച്ചർ ഉണ്ട്. ഒരാളോട് ഇടപെടാതിരിക്കുക. അപ്പം താനൊരു സംഘപരിവാറുകാരനാണ്, ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ എനിക്ക് തന്നോട് സംസാരിക്കണ്ട, തന്നായിട്ട് ഇടപെടില്ല. പക്ഷെ സംഘികളോട് സംസാരിക്കാൻ പാടാ, അത് വേറെ വിഷയം. ഏതെങ്കിലും ഒരു സംഘിയോട് സംസാരിച്ച് നോക്ക്. ക്യാൻസൽ ചെയ്യാൻ പാടില്ല, സംസാരിക്കാനുള്ള സ്പേസ് വെക്കണം. അതുപോലെ തന്നെ സുഡാപ്പി ആയിക്കോട്ടെ, ഇത് രണ്ടും ആയിക്കോട്ടെ, പക്ഷെ സംസാരത്തിനുള്ള സ്പേസ് ഉണ്ടാവണം. ജനാധിപത്യത്തിൽ അതുണ്ടാവണം.
സംസാരിക്കാൻ 5 മിനിറ്റേ ഉള്ളൂ, അവരവരുടെ മാക്സിമം ഒരു 5 മിനിറ്റ്. അത് കഴിഞ്ഞാൽ പിന്നെ പൊട്ടത്തരം കേട്ട് നമ്മൾ മടുത്തു. അവരവരുടെ ഐഡിയ പറഞ്ഞോട്ടെ, നമുക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ള വേറെ കാര്യം. പക്ഷെ നമ്മൾ ക്യാൻസൽ ചെയ്യേണ്ട കാര്യമില്ല. ക്യാൻസൽ ശരിയായിട്ടുള്ള ഒരു പരിപാടി അല്ല, അതിന്റെ ആവശ്യമില്ല. അപ്പൊ ഈ ക്യാൻസൽ ചെയ്യുന്നൊരു കൾച്ചർ ഉണ്ട് ഇവിടെ, അത് എല്ലാവർക്കും ഉണ്ട്. അത് ഈ ഇപ്പൊ എന്താണ്, മറ്റ് ഐഡിയോളജി മുന്നോട്ട് വെക്കുന്നവരെ മുഴുവൻ അങ്ങോട്ട് ഒഴിവാക്കുക, അവരങ്ങ് തള്ളുക. ഫെമിനിസ്റ്റുകൾക്കുണ്ട്. ഫെമിനിസ്റ്റുകളും അങ്ങനെ, എല്ലാ ഫെമിനിസ്റ്റുകളും ഒന്നും അങ്ങനെയൊന്നും അല്ല, ചർച്ചയ്ക്ക് കൂടുതലും അങ്ങനെയാ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ക്യാൻസൽ ചെയ്യുക, അതായത് ഇങ്ങനെ ഒരാളാന്ന് പറഞ്ഞാൽ അവനങ്ങ് ക്യാൻസൽ ചെയ്യുക, പിന്നെ അവനായിട്ട് ഒരു സഹകരണം വേണ്ട. ഇത് ലോകം മുഴുവൻ ഉണ്ട് കേട്ടോ, അത് നമ്മുടെ ഇവിടെ മാത്രമുള്ള പരിപാടിയൊന്നുമല്ല, എല്ലായിടത്തും ഉണ്ട് ഈ സാധനം. അപ്പൊ ഇങ്ങനെയാണ് ഈ പറയുന്ന ബോധം വർക്ക് ചെയ്യുന്നത്. ഒരു ശത്രുക്കളെ പോലെ കണ്ട് വിരോധത്തിലായി മനോഭാവത്തില് ഇരിക്കുക പരസ്പരം. അതൊക്കെ ഇവിടുത്തെ പ്രശ്നം. കണ്ണൂരാണ് അത് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത്. പറ്റിയ എന്തെങ്കിലും അവസരം കിട്ടിയ വാക്കത്തി കിട്ടിയ ഞങ്ങൾ കൊന്നളയാ, മനസ്സിലായില്ലേ? അങ്ങനത്തെ ഒരു കലാപരിപാടി എങ്ങനെ, എന്തിനാണ് വെറും മനുഷ്യനെയൊക്കെ കൊല്ലുന്നത്? എനിക്ക് വേറെ കോമഡി ഞാൻ പറയാറുണ്ട്. അതൊന്നുമല്ല, ഈ കൊലപാതകത്തിന്റെ കേസ് വിട്ടേക്ക്, ആരോടാണ് സമരം ചെയ്യുന്നത് എന്നുള്ള ഇവിടുത്തെ പ്രശ്നം. ബ്രിട്ടീഷുകാരോട് സമരം ചെയ്തത് ഓക്കെ, പക്ഷെ ഇവിടെ ഇപ്പോ നമ്മൾ ആരോടാ സമരം ചെയ്യുന്നേ? എന്തിനാ സമരം ചെയ്യുന്നേ? ഈ അതിനകത്ത് ലോജിക്കില്ലടോ. അല്ല, ഇപ്പൊ സർക്കാർ എന്ന് പറയുന്നതിനെ ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത് ഓക്കെയാണ്. ഗവൺമെന്റ് ഇപ്പൊ നമ്മൾ എലക്ട് ചെയ്ത് വരുന്ന ഗവൺമെന്റ് എടുക്കുന്ന നടപടികളിൽ നമുക്ക് എവിടെയെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ആ എതിർപ്പ് രേഖപ്പെടുത്താൻ പ്രതിപക്ഷം ഈ പറയുന്ന ഇവിടെ അത് പാർലമെന്റിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇവിടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലോ ഒക്കെ ഇവരുടെ വിയോജിപ്പൊക്കെ രേഖപ്പെടുത്തുമായിരിക്കും. പക്ഷെ എല്ലാ വിയോജിപ്പുകളും അവിടെ വർക്കൗട്ട് ആവണമെന്നില്ല. അപ്പൊ ഇവർ പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ സമരമുറയിലേക്ക് കടക്കുക, സമരം ചെയ്യുക, റോട്ടിൽ പ്രതിഷേധിക്കുക, എന്നിട്ടോ റോഡ് ബ്ലോക്ക് ചെയ്യും, എന്നിട്ട് റോട്ടിൽ പോണവരൊക്കെ ബുദ്ധിമുട്ട്, ഇരട്ടി നഷ്ടം ഉണ്ടാക്കുമല്ലേ? അതാണ് വേറൊരു രസം. ഇങ്ങനെ ഒരു സമര രീതി. പിന്നെ വേറൊരു കാര്യമുണ്ട്, കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ഇടത് ചായ്വ്, നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ചപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരു ഇടത് ചായ്വുള്ള സ്ഥലമാണ് കേരളം. ഇവിടെ ഫുട്ബോളൊക്കെയാണ്, നമ്മൾ ക്രിക്കറ്റ് അല്ല. ഡ്രാമ, സിനിമ, ക്രിക്കറ്റ് വന്നാ പോയി, ക്രിക്കറ്റ് വന്നാ സംഖ്യയായി. വേറെ സാധനമാണ്. രാവിലോട്ട് പോയിട്ട് വെറുതെ നിൽക്കുക, അവന്റെ ഐഡിയൽ മൈൻഡാ, അവന്റെ വേറൊരു കാര്യങ്ങൾ ആലോചിക്കുക അവിടെ നിന്ന്, അപ്പൊ സംഖ്യയായി പോകും. അപ്പൊ ഈ പറയുന്ന സാധനം ഉണ്ടല്ലോ, ഈ ഇടത് ചായ്വുള്ള ഒരു സമൂഹം ആയതുകൊണ്ട് അതിന്റെ ഭയങ്കരമായിട്ടുള്ള സ്വാധീനമുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ, ഞാൻ ഇതിനു മുമ്പ് നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ചു പറഞ്ഞിട്ടുള്ള ഈ ഇവിടുത്തെ BJP-ക്കാർ പോലും കുറച്ച് ഇടതാണ്. ഈ ഇവിടുത്തെ BJP-ക്കാർ മറ്റേ സാധനം പറയില്ല, ഏത് മറ്റേ ചാണകത്തിൽ നിന്ന് പ്ലൂട്ടോണിയം കിട്ടുമെന്നോ സ്വർണം കിട്ടുമെന്നോ അല്ലെങ്കിൽ മറ്റേ ബീഫ് തിന്നരുതെന്നൊന്നും ഇവിടെ ഈ വക സാധനങ്ങൾ ഇവരിവിടെ ഇറക്കില്ല. കാരണം ഇവർക്ക് തന്നെ അറിയാം എന്ത് പറയാൻ പാടില്ല എന്നുള്ളൊരു ബോധം, മിനിമം ബോധമൊക്കെ ഉള്ള മിനിമം ബോധമുള്ള സംഖ്യകൾ കേരളത്തിലുള്ളൂ. ബാക്കി എവിടെ നോക്കിയാലും വിഡ്ഢിക്കൂശ്മണ്ഡങ്ങളെ കാണാൻ പറ്റും. പിന്നെ വിഡ്ഢിത്തരം പറയുന്നത് ഓടുന്ന ഒരു സ്ഥലത്താണല്ലോ അത് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. അപ്പുറത്ത് അത് ഓടും, ഇവിടെ അത് ഓടില്ല. അപ്പം കമ്മ്യൂണിസ്റ്റ് ചായവുള്ളൊരു സമൂഹം ആയതുകൊണ്ടേ എല്ലാം അങ്ങ് സമരം ചെയ്തു നേടണമെന്നുള്ള. ഇപ്പം തനിക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ എന്തെങ്കിലും ഒരു പുതിയൊരു കാര്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ അങ്ങ് എതിർക്കുക, അതവിടെ നിൽക്കട്ടെ, അത് ശരിയല്ല, എന്നിട്ട് കുറച്ച് അത് തന്നെ ചെയ്യും. കമ്പ്യൂട്ടർ വന്നപ്പോൾ സമരം ചെയ്തേക്കുക, ട്രാക്ടർ വന്നപ്പോൾ സമരം ചെയ്യുക, കൊയ്ത്തുവശി വന്നപ്പോൾ സമരം ചെയ്യുക. എന്തോ ഇത്, അതാ പറഞ്ഞത്. ഇത് അവർക്ക് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടൊരു സംഭവം അറിയത്തില്ല, ആ സാധനം വർക്ക് ആവാതെ പോകുന്നുണ്ട്. എപ്പോഴാണെന്നറിയോ, ഇവരൊരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ സിനിമാക്കാരെ പോലാ. ഈ സിനിമാ നടൻ ആവാൻ വേണ്ടി ഒരുത്തിനങ്ങ് ഇറങ്ങുമല്ലേ, അവൻ ഇറങ്ങിയിട്ട് പിന്നെ പൊതു പരിപാടികളൊന്നും അറിയത്തില്ല. അവനെങ്ങനെ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു പൊട്ടനായി പോകും, കുറച്ച് ഈ മെയിൻ നടന്മാരെ പോലെയൊക്കെ ആയി പോകും. അതുപോലെ തന്നെ ഈ രാഷ്ട്രീയക്കാർക്ക് ഒരു കുഴപ്പമുണ്ട്. രാഷ്ട്രീയക്കാർ ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ട് ഈ ലോക്കലിലുള്ള പരിപാടികൾ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്താൽ ഈ പരിപാടി നടത്തുന്നത്. അപ്പോൾ ഇതിനകത്ത് കിടന്ന ആളെ പറ്റിക്കുന്ന പരിപാടികൾ അങ്ങ് തെളിയണം, എല്ലാം നിലനിൽപ്പില്ല. അപ്പോൾ എന്ത് പറ്റും, അവർക്ക് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നാൽ അത് ഗ്രഹിക്കാനുള്ള ശേഷിയില്ല. എനിക്ക് മനസ്സിലായി, അത് ഉൾക്കൊള്ളാനേ പറ്റത്തില്ല. അവൻ അപ്പോഴും ചിന്തിക്കുന്ന ഇത് ശരിയാകത്തില്ലെന്നാ. അവർ വളരെ ആത്മാർത്ഥമായിട്ട് പറയുന്ന ഇത് ശരിയാകത്തില്ല. അത് ഈ പാസ്റ്റർമാർ വളരെ ആത്മാർത്ഥമായിട്ട്, ചിലർ പാച്ചന്മാരൊക്കെ ഉണ്ട്, ദൈവമാണ് നിന്നെ രക്ഷിച്ചതെന്ന് പറയത്തില്ല, അത് വിശ്വസിക്കുന്ന ആൾക്കാരില്ലേ, ശരിക്കും ദൈവമുണ്ട്. ചിലർക്ക് സംശയമുള്ളവരുണ്ടല്ലോ, അതല്ലിത് ഇവരെന്ന് പറഞ്ഞാൽ ഇങ്ങനായി പോയി. ഭൂരിപക്ഷം പേർക്കും ഇപ്പൊ റോഡ് മുറിച്ചു കിടക്കുമ്പോ എന്നെ ദൈവം കാക്കട്ടെ എന്ന് പറഞ്ഞൊന്നുമല്ല പോണത്. പക്ഷെ അങ്ങനെ പോണവരും ഉണ്ട് ഇവിടെ, മനസ്സിലാവണ്ടോ? അതായത് എന്നെ ദൈവം കാത്തോളും. മരുന്ന് കഴിക്കാതിരിക്കുന്ന എനിക്കറിയാവുന്ന ഒരു അമ്മച്ചീനെ എനിക്കറിയാവുന്ന ഒരു അമ്മച്ചി, പുള്ളിക്കാരി ഡയബറ്റിക് ആണ്, പുള്ളിക്കാരി മരുന്ന് കഴിക്കില്ല.
അപ്പം ഞാനും പുള്ളിക്കാരും തമ്മിൽ ഇങ്ങനെ സംസാരിച്ച് പുള്ളിക്കാരി ഒരു ഘട്ടത്തിൽ ഞാൻ പറഞ്ഞു നിങ്ങൾക്കിത് മനസ്സിലാവും, ദൈവം നോക്കിക്കോളൂ എന്ന് പറഞ്ഞു പുള്ളിക്കാരി എന്നോട്. ദൈവം യേശു അത് കർത്താവ് അത് നോക്കുന്ന അത് ശരിക്കും അങ്ങനെ തന്നെ വിശ്വസിക്കണം. പിന്നെ ഞാൻ ഈ പുള്ളിക്കാരത്തിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്തു വേറെ തരത്തില്ല. ഞാൻ പറഞ്ഞു ദൈവം ഈ പറയുന്ന സയൻസൊക്കെ മനുഷ്യനെ കൊണ്ട് ഡെവലപ്പ് ചെയ്യിപ്പിച്ച് ഈ മരുന്നൊക്കെ കണ്ടെത്തുന്ന അവസ്ഥയിലേക്ക് മനുഷ്യരെ എത്തിച്ചത് ദൈവം നേരിട്ട് ഇടപെടുന്ന രീതി അല്ല ദൈവത്തിനുള്ളത്, ദൈവം ഇങ്ങനെയാണ് ഇടപെടുന്നത് എന്നൊക്കെ പറഞ്ഞ് അവസാനം മരുന്ന് കഴിപ്പിച്ചു. ഇതിനകത്തൊരു വേറെ സംഭവം എന്താ അറിയാം, ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ചാൽ ഇവർക്കപ്പോൾ ഡെയിലി ആക്ടിവിറ്റീസ് സംഭവം വരും. ഫുൾ ടൈം പാർട്ടി പ്രവർത്തകരുടെ ഡെയിലി ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഓർഗനൈസേഷൻസ്, ഇതിൻ്റെ മീറ്റിങ്ങുകൾ, ഇതിൻ്റെ മിനിറ്റ്സ്, ഇതിൻ്റെ മറ്റ് പരിപാടികൾ, ലെറ്റർ, ആൾക്കാരെ കാണൽ, പിന്നെ വിഷയങ്ങളിൽ ഇടപെടൽ, തട്ടിപ്പ്, വെട്ടിപ്പ്, കൈക്കൂലി, പോലീസ്, എല്ലാം കൂടെ എല്ലായിടത്തും പോവുക, ഇങ്ങനെ നിൽക്കുക. പോലീസ് സ്റ്റേഷനിൽ ഒരു പോലീസ് ഇപ്പോൾ ഒരു രണ്ട് പിള്ളേർ ബൈക്കിൽ പോകുമ്പോൾ പിടിച്ചു നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഹെൽമെറ്റ് ഇല്ലാതെ പിടിച്ചു, ഞാൻ ഇപ്പോഴത്തെ കാര്യമല്ല പറയുന്നത്, കുറച്ച് മുമ്പത്തെ കാര്യം പറയുന്നത്. ഇപ്പം അതിൻ്റെ ആവശ്യമില്ല ശരിക്കും. പോലീസൊക്കെ അവിടെ നിന്ന് തന്നെ ഡീൽ ചെയ്ത് വിടുന്ന പോലെ രാഷ്ട്രീയക്കാരൊന്നും ആവശ്യമൊന്നും ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലൊന്നും ഇല്ല അങ്ങനെ വലിയ കാര്യമായിട്ട്. അങ്ങനെ ഇടപെടാനും നിൽക്കില്ല കേട്ടോ. അപ്പം നിന്നാൽ അതും അതിൻ്റെ ഓഡിയോ ക്ലിപ്പും പുറത്തു വരും എന്നുള്ള പേടിയൊക്കെ ഉള്ളതുകൊണ്ടേ ആ ഇടപെടൽ ഇപ്പം ഇല്ല. അപ്പൊ ഇവര് ആൾക്കാർ തന്നെ വിട്ടോളും, പോലീസ് അവിടെ തന്നെ സംസാരിച്ച് ഡീൽ ചെയ്യാൻ പറ്റും ആൾക്കാർക്ക്. അങ്ങനെ അല്ല ഇവർക്ക് തന്നെ വീഡിയോ ഇടാലോ. അതുകൊണ്ട് ആൾക്കാർ സ്വന്തമായിട്ട് തന്നെ പ്രശ്നമായിക്കോളും, അവര് തന്നെ പ്രശ്നം ഉണ്ടാക്കി. ഓരോരുത്തരും മീഡിയ ആയതുകൊണ്ട് അത് പറ്റും. അപ്പോൾ ഈ അന്നത്തെ സമയത്ത് എന്ന് പറഞ്ഞപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഒരു ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് ഒരാൾ നിൽക്കുന്ന ആൾക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു അവിടെ ഒന്ന് വിളിച്ച് പറഞ്ഞോ അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് ഡീൽ ചെയ്തു എന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ്, ഭയങ്കര സംഭവമായി. പിന്നെ മനസ്സിലാവുണ്ടോ, വലിയ പുള്ളിയാ എടോ. അപ്പൊ ഇതിനകത്തുള്ള പ്രശ്നം വെച്ചാൽ അപ്പോഴും ഇയാളുടെ എൻഗേജ്മെന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇയാൾ ശരിക്കും പറഞ്ഞാൽ പല അപ്ഡേഷൻസും ഇല്ലാതായി പോകും. മനസ്സിലായ, ലോകത്തടങ്ങുന്ന സംഭവങ്ങൾ മുഴുവൻ ചിലപ്പോൾ അറിയത്തില്ല. അല്ലേ വേണ്ട, പുതിയൊരു പ്രോഡക്റ്റ് വന്നു, അത് എങ്ങനെ യൂസ് ചെയ്യാമെന്നൊന്നും ചിന്തിക്കത്തില്ല. ആ പ്രോഡക്റ്റ് ആണ് കൊയ്ത്ത് മെഷീൻ. ആ കൊയ്ത്ത് മെഷീൻ അന്ന് അവിടെ ഇറക്കിയിരുന്നെങ്കിൽ ഉണ്ടല്ലോ, അല്ല അന്ന് കൊയ്ത്ത് മെഷീൻ ഇറങ്ങിയിരുന്നുണ്ടല്ലോ. കൊയ്ത്തുകാരില്ല ഇപ്പോ, കൊയ്ത്തുകാരില്ലാത്തടത്താണ് പറയുന്നത് കേട്ടോ, പണിയാൻ ആളില്ല. ആ സമയത്ത് ശരിക്കും ലോകം എല്ലായിടത്തും മുഴുവനും ഈ പഞ്ചാബിലൊക്കെ അപ്പോഴത്തേന് കൊയ്ത്ത് മെഷീനൊക്കെ വരുന്നു, അവർ കൃഷി നല്ലപോലെ നടത്തുന്നു. ഇവിടെ കണ്ടോ എല്ലാം വെറുതെ കിടന്നിട്ട് അവിടെ മണ്ണിട്ട് നികത്താനും പറ്റത്തില്ല. വേറൊരു കാര്യമുണ്ട്, ഒരുപക്ഷെ ഇങ്ങനെ ആയിരിക്കും, ഈ കൊയ്ത്ത് മെഷീൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷി വീണ്ടും സജീവമായിട്ട് ആരംഭിക്കും. അങ്ങനെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാടം നികത്തി അവിടെ കെട്ടിടം പണിതിട്ട് അത് ആ പാടം നികത്തുന്നതിന്റെ കാശടക്കം മേടിക്കണമല്ലോ. മണൽ മാഫിയ അല്ല, ഇത് ഭൂമി മാഫിയ. അതെന്താന്ന് വെച്ചാല് ഈ പറഞ്ഞ ആളുകൾ കൊടി വെക്കുകയും മറ്റു പരിപാടികളും പിന്നെ ഭരണസമയത്തുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈ ഇപ്പോഴിവിടെ കാണുന്ന മുഴുവൻ മെയിൻ ഹോസ്പിറ്റലും ഏറ്റവും വലിയ ഈ അപ്പാർട്ട്മെന്റ്സ് എല്ലാം ഇരിക്കുന്ന കണ്ടത്തില്ല. അവര് അത് മുഴുവൻ പൈസ കൊടുക്കുന്നത് ഈ പറഞ്ഞ പോലെ പാർട്ടികളിലും ലൂലു ഇരിക്കുന്നത് എല്ലാം പഴയ ചതുപ്പില്ല. ഇപ്പൊ ഈ പറഞ്ഞ സ്ഥലത്തെല്ലാം ബിൽഡിംഗ് കൊണ്ടുവരണമെന്നുണ്ട്, നല്ലപോലെ പൈസ മേടിക്കണം. അപ്പൊ എന്താ, ഈ കൊയ്ത്ത് മെഷീൻ അങ്ങോട്ട് ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ ഈ നിലത്തിന് വിലയില്ലാതെ ഒന്നിനും പ്രയോജനം ഇല്ലാതാവും. അവിടെ വേറൊരു കൃഷി ചെയ്യാൻ പറ്റത്തില്ല, കൃഷി ചെയ്യാൻ ആളില്ല. അങ്ങനെ വരുമ്പോൾ അതിന് വില വല്ലാണ്ട് വില കുറയും. പിന്നെ ഇത് വിൽക്കാനാണെങ്കിൽ ഇതുപോലത്തെ ആൾക്കാർക്കല്ല വിൽക്കാൻ പറ്റത്തില്ല. മെയിൻ ആൾക്കാർക്ക് എടുക്കുക, അതൊക്കെ കൂടെ വന്ന് മൊത്തത്തിൽ അങ്ങ് മേടിക്കാം. ഇപ്പോൾ യൂസഫലി വന്ന് മൊത്തത്തിൽ മേടിക്കും, അമൃതാനന്ദ വന്ന് മൊത്തത്തിൽ മേടിക്കും, KPN വന്ന് മൊത്തത്തിൽ മേടിക്കും. അത് മേടിക്കുമ്പോൾ കുറച്ച് പരിപാടികളുണ്ട്, പലരുടെ പേര് മേടിച്ചെടുത്തിട്ട് പിന്നെ ഒന്നിച്ച് മാറ്റൽ എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കിന് ഇടയ്ക്ക് ചെന്ന കുറച്ച് പേര് അവരുടെ തന്നെ ആൾക്കാർ തന്നെ വന്ന് ഇയാൾ തന്നെ കൊടുക്കുന്ന 100 രൂപയ്ക്ക് മേടിച്ചിട്ട് ഇയാൾക്കത് 50, 150 രൂപയ്ക്കോ 120 രൂപയ്ക്ക് വിറ്റിട്ട് കുറേ കള്ളപ്പണം വെളുപ്പിക്കലും അതുപോലത്തെ പരിപാടി എല്ലാം നടത്താൻ പറ്റും. അപ്പോൾ സ്ഥലത്തിന് വില കുറയണമല്ലോ, അപ്പോൾ കൊയ്ത്ത് മെഷീൻ വന്നാൽ നടക്കത്തില്ല, കൊയ്ത്ത് മെഷീൻ ക്യാൻസൽ, കമ്പ്യൂട്ടറെ കയറി പിടിച്ചു. പക്ഷേ ഈ കമ്പ്യൂട്ടർ അതുപോലെ തന്നെ മറ്റേ സാധനമുണ്ട്, വിഷമദ്യം വന്നില്ലേ, അതും ഒരു നമ്പറാ. ലോകത്തൊരിടത്തും അങ്ങനെ ഒരു മദ്യം അത് കഴിഞ്ഞും അതിന് മുമ്പ് വന്നിട്ടില്ല. വിഷമദ്യം അതൊരടിയാണ്, മനുഷ്യനെ മൃഗമാക്കും മദ്യമേ. ഈ വിഷമദ്യ പരിപാടി നടത്തി കഴിഞ്ഞപ്പോൾ തൊട്ട് സാധാരണക്കാർക്ക് വാറ്റില്ല, ഒന്നുമില്ല, ഒരു വഴവില്ല. എല്ലാം നമ്മൾ ഈ പറഞ്ഞ പോലെ ലീവറേജ് വഴി ഈ പറഞ്ഞ വിദേശ മദ്യം എന്ന് പറയുന്ന സാധനം അല്ലാതെ ഒന്നും അടിക്കാൻ പറ്റത്തില്ല. അപ്പം മൊത്തം റവന്യൂ ഒരു സൈഡിലോട്ട് അടിക്കാനുള്ളൊരു സാധനം അവർ പ്ലാൻ ചെയ്ത് റെഡിയാക്കി കൈ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അതേ സമയത്ത് തന്നെ അതിന് മുന്നേ കഞ്ചാവ് ബാൻ ചെയ്യും. അപ്പോൾ അതും നടക്കത്തില്ല. ടൊബാക്കോ കമ്പനിയും ഈ പറഞ്ഞ പോലെ ആൽക്കഹോൾ ബീവറേജസ് കമ്പനികളുമാണ് ഇതിന് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഈ സാധനങ്ങളെല്ലാം റെഡിയാക്കി കൈ കൊടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് വേറെ രസമുള്ള എന്നാന്നറിയാം, അതിനേക്കാൾ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് മാഫിയ ചെയ്തു വരും. അവരെന്ത് ചെയ്യുന്നത്, അവർ കഞ്ചാവ് മയക്കുമരുന്ന് സാധനങ്ങളെല്ലാം എല്ലായിടത്തും എത്തിക്കുന്നുകൊണ്ട് ഇതിൽ കൂടുതൽ പൈസയ്ക്ക്, അതായത് ഇപ്പോൾ കഞ്ചാവിന് വിലയില്ല ശരിക്കും. കഞ്ചാവ് എന്ന സാധനത്തിന് വിലയുള്ള സാധനമല്ല. തനിക്ക് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് വെച്ചയ്ക്ക് വിലയുണ്ടോ? ഇല്ല.
കമ്മ്യൂണിസ്റ്റ് വെച്ചാൽ തനിക്ക് മുറിവേ വേണം തേച്ചാൽ അത് ഗുണമുണ്ട്, ഔഷധ ഗുണമുള്ള സാധനമാണ്. നമ്മൾ വീട്ടിൽ വളർത്തുന്ന ഒരു സാധനം ഉണ്ട്, മുറിവേലൊക്കെ തേക്കുന്ന നല്ലതാ. ഉള്ളി ഇതെല്ലാം ഉണ്ട്. തനിക്കിപ്പോൾ വീട്ടിൽ കൃഷി ചെയ്യുവാന്ന് വിചാരിച്ചു, തനിക്ക് ആ സാധനത്തിന് വിലയില്ല പറഞ്ഞു. ചീരയ്ക്ക് വീട്ടിൽ തന്നെ താൻ ചീര വളർത്തിയാൽ തനിക്ക് ഫ്രീ അല്ലേ അത്, താനത് കാശ് കൊടുത്ത് മേടിക്കണ്ട എന്ന് പറഞ്ഞ പോലത്തെ സാധനമായി കഞ്ചാവ്. കഞ്ചാവ് താൻ വീട്ടിൽ വളർത്തിയിട്ട് അടിച്ചാൽ എന്ത് ചെയ്യും? കള്ളുകൂടിയൊന്നും വരത്തില്ല, സിഗരറ്റ് പോലും വലിക്കത്തില്ല ആൾക്കാർ. എന്തിന്? ഇത് മുമ്പ് അരച്ചിട്ട് 2 മാറിയിട്ട് രാവിലെ തൊട്ട് വൈകിട്ട് വരെ അടിച്ച് സെറ്റ് മൂഡ് ഓൺ. അതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ ദ്രോഹമൊന്നും ഉണ്ടാകത്തില്ല. ഇതിന് മുമ്പ് അങ്ങനെ ഒരു ദ്രോഹം ഉണ്ടായിട്ടില്ല. പ്രശ്നം ഉണ്ടാവും ഇല്ല, അത് എന്താ പറയുക പറഞ്ഞുതരാം. അതല്ല താൻ ഇപ്പം വേറൊരു പ്രശ്നം ഉണ്ടാവും. വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആളുകൾ ഇപ്പം കഞ്ചാവൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കാനൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ ആളുകൾ ചോദ്യമൊക്കെ ചോദിക്കാൻ തുടങ്ങും. കഞ്ചാവ് ആരും സ്ഥിരമായിട്ട് ഉപയോഗിക്കത്തില്ല. അല്ല, അങ്ങനെ തുടങ്ങിയ ഇത് 80 കഴിഞ്ഞ് 82, 80 ആ ടൈമിലെങ്ങാണ്ട് ഇല്ലീഗലാക്കുന്നത്. അതിന് മുമ്പൊന്നും ഇത് ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ല. വളരെ കുറച്ച് പേരൊക്കെ ഇതൊക്കെ ഉപയോഗിക്കത്തുള്ളൂ. അതിന് മുമ്പ് മനുഷ്യരല്ലേ ഇവിടെ ജീവിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ ഇഷ്ടം പോലെ അവൈലബിൾ ആയത്. ഇത് മുരുകൻ എന്ന് വിളിച്ച് സൈക്കിളെ കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന സാധനമാണ്. അതിനെ ബാൻ ചെയ്യുക, അത് ഭയങ്കര ടെററാക്കി മാറ്റുക. ഉടൻ തന്നെ പിന്നെ മാഫിയ വരിക, കൂടുതൽ സാധനം ഉള്ള വിഷം എല്ലാം കൂടെ ഇട്ട് വിൽക്കുക, കൂടുതൽ പിള്ളേർ അടിക്കുക, സ്കൂളിൽ വരെ കൊണ്ടു കൊടുക്കുക. അതടിച്ച് ആളുകളുടെ ആരോഗ്യമൊക്കെ ഭയങ്കര ഏറ്റവും മോശം അവസ്ഥയിലാക്കുക. എന്നിട്ട് അതിന്റെ ചികിത്സ വേറെ വേണം. അത് കണ്ടെത്തി കണ്ടം നികത്തി ബിൽഡിങ്ങുകൾ പണിതിട്ടുണ്ട്. അമൃതാനന്ദമയിന്നും ആസ്റ്ററെന്നും മറ്റേ KP വേനാനും എല്ലാ ടീമുകളോട് വലിയ വലിയ ആശുപത്രികൾ പണിതിട്ടുണ്ട്. കുഴപ്പമില്ല. കൊയ്ത്ത് മെഷീൻ പോയതിന്റെ ഗുണം ഇപ്പൊ മനസ്സിലായോ? കൊയ്ത്ത് മെഷീനിൽ പോയി വിഷമദ്യം, ഇത് രണ്ട് കൂട്ടർ നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ട് ഇവിടെ. ഇതുപോലത്തെ ബാനും ഇതുപോലത്തെ കുറെ റെസ്ട്രിക്ഷൻസും കൊണ്ടുവന്ന് ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടുക. അപ്പോൾ എല്ലാവരും വോട്ട് ചെയ്യും. ശരിയാന്ന്. അത് കഴിയുമ്പോൾ ഉടനെ കഴിഞ്ഞ്. ഇപ്പൊ കമ്പ്യൂട്ടർ MTVക്കെതിരെ ഞങ്ങൾ പോയിട്ടുണ്ട് സമരത്തിന്. കോളേജ് പഠിക്കുമ്പോൾ MTVന്ന് SFI സമരം ചെയ്ത്. നമ്മളന്ന് സമരത്തിന് പോകുമ്പോഴും പറയും, മഹിരടാ ഇത് എന്തിനാ കാണാൻ, നല്ല സൂപ്പർ ചാനലുകൾ STV ഒക്കെ വന്നോണ്ടിരിക്കും, ഇവന്മാരെന്താ പറയുന്നത്, ഇതെങ്ങനെ കാണാതിരിക്കും? ഒറ്റ SFI കാര്യത്തിൽ കാണാത്തവരും ഇല്ല. ഇതിന്റെ കാരണം എന്താന്ന് MTVക്ക് സമരം ചെയ്യാനുള്ള കാരണം എന്താ? അവരങ്ങ് പറഞ്ഞു ഒരു ദിവസം സ്ട്രൈക്ക് തീരുമാനിച്ചു. അല്ല, അത് SFI സംസ്ഥാന SFI ആണ് തീരുമാനം. അല്ല, എല്ലാ കോളേജിലും സ്ട്രൈക്ക് ഉണ്ടാകും. 2000, 2001 ആ കാലഘട്ടം. അല്ല, 98, 99 SFIയുടെ സമരമാണ് MTVക്കെതിരെ. MTVക്കാരെന്ന് പറഞ്ഞില്ല. ഈ സദാം ഹുസൈൻ മരിച്ചപ്പോ ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചില്ല, ഇറാഖികളാരല്ലോ പറഞ്ഞു. അതൊക്കെ ഭയങ്കര കോമഡിയാണ്. സദാം ഹുസൈന്റെ കാര്യമൊക്കെ പറയാതിരിക്കും. സദാം ഹുസൈൻ ഇപ്പൊ സിറിയയും മറ്റേ പാലസ്തീനും ഈ ഇസ്രായേലും കൂടെ കളിക്കുമ്പോൾ ഇവിടെ കിടന്ന് ഇമാർ അഭ്യാസം കാണിക്കുന്ന അവിടെ ആരും അറിയുന്നുണ്ടോ? അവിടെ ആരും അറിയണ്ടാവില്ല. ലോകത്തൊരിടത്തും അറിയുന്നില്ലടോ ഇത്. എന്തിനും ഇവിടെ കിടന്ന് വെള്ളം വെക്കണമെന്ന് എനിക്ക് മനസ്സിലാവും. ഇവര് ചുമ്മാ കുത്തിത്തിരിപ്പ്. അതിന്റെ അതിന്റെ പേരിൽ അടി ഉണ്ടായി ഒരുത്ത ചത്ത് കഴിഞ്ഞു. ഇവര് തമ്മിൽ ഇത് പറഞ്ഞ് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കണേ. ഇവിടെ സംഘികളും സുഡാപ്പികളും തമ്മിൽ ഏറ്റുമുട്ടുന്നു. അതിനകത്ത് കോമഡി എന്ന് പറയുമ്പോൾ ഈ സംഘികള് ഇസ്രായേൽ അനുകൂല നിലപാട് സ്വീകരിക്കുന്നു. അതെങ്ങനെ ശരിയാവണത്? അത് അതിന്റെ ഒരു മൂഡ് എനിക്ക് മനസ്സിലാവണം. അതിന്റെ ഒറ്റ കാരണമുള്ളൂ, ഇസ്രായേലിനോടുള്ള താല്പര്യമൊന്നുമല്ല. അപ്പുറത്ത് മുസ്ലിങ്ങളാണല്ലോ. മുസ്ലിങ്ങളെ കൊല്ലുമ്പോ ഒരു സന്തോഷം, ഒരു സുഖം. മനസ്സിലായില്ലേ? ആ സാധനം ഇവിടെ കൊല്ലാൻ പറ്റാത്ത അവിടെ മനസ്സിലായോ? ആ സാധനം എന്തൊരു അവസ്ഥയാണ് ഇവരൊക്കെ. ഇതിനകത്തുള്ള രസമാണ് ഈ രാഷ്ട്രീയ കൊലപാതകം. മനുഷ്യരാണ് ഇങ്ങനത്തെ ഗതികെട്ട, ഒരു ബോധവും ഇല്ലാത്ത ഈ പറഞ്ഞ ഈ അണികളൊക്കെ തമ്മിൽ തല്ലിച്ചാവുമ്പോ ഒരു നേതാവിന്റെ മക്കളോ തമ്മിൽ ഒരു പ്രശ്നമില്ല. അവര് കൂട്ടുകാരാണ്, വളരെ നല്ല ഫ്രണ്ട്സ്. അവര് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും. എനിക്കറിയാടോ ഇത്. കണ്ണൂർ വർഷം ഉണ്ടായിട്ട് ഒരുത്തും വന്ന് കമ്മ്യൂണിസ്റ്റുകാരൻ ഇപ്പുറത്ത് വരുമ്പോ BJPക്കാരൻ അനിയനാ നമ്മുടെ അവിടത്തെ. അയാൾ ഒന്നിച്ച് വന്ന് നമ്മളൊക്കെ ഒന്നിച്ചിരുന്ന് വർത്താനം പറയുമ്പോ അവിടെ പൊരിഞ്ഞടി നടക്കുക. ഏതാ മെയിൻ ആളാ വന്നേക്കുന്നത്. ഇതൊക്കെ നമ്മൾ നേരിട്ട് കണ്ടുപോയാൽ പിന്നെ നമുക്ക് അപ്പം അന്നേ ഇത് മനസ്സിലാവും. പക്ഷെ ഇതൊരിക്കലും കാണാൻ പറ്റാത്തൊരു ക്ലാസ് ഉണ്ട് ഇവിടെ. അവർക്ക് ഇത് മനസ്സിലാവത്തേ ഇല്ല. അവര് വിചാരം അയാൾ അവിടെ നിന്ന് മാറി നിൽക്കുന്നു ജീവനത്തിന് രക്ഷപ്പെടുത്താൻ വേണ്ടി. പക്ഷെ നിൽക്കുന്ന BJPക്കാരനല്ല, BJP കമ്മ്യൂണിസ്റ്റോട് അവിടെ അടി. ഇവിടെ ഇവൻ വന്ന് താമസിക്കുന്നത് മെയിൻ ആളുടെ അടുത്താണ്. ആരും അറിഞ്ഞില്ല. എന്നിട്ട് നമ്മൾ ഒന്നിച്ച് കണ്ടുപിടിക്കും. പ്രശ്നം ആവശ്യമുണ്ടാവും. അവിടുത്തെ പ്രശ്നം അവിടുത്തെ പ്രശ്നം. അത്രേ ഉള്ളൂ. അപ്പൊ അതിനകത്തുള്ള രസം ഈ അണികൾ എന്നും തല്ലി ചാവുകയും കുത്തിക്കൊല്ലുകയും. ഈ ക്രിമിനൽ ടെൻഡൻസി ഉള്ള പിള്ളേരില്ലേ, സ്കൂൾ തൊട്ട് ഇവർ കൃത്യമായിട്ട് റിക്രൂട്ട് ചെയ്യും. എന്നിട്ട് ഇവർക്ക് ട്രെയിനിങ് കൊടുക്കും. ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞിട്ട് ഇവർ പാർട്ടി ഗുണ്ടകളായി മാറും. അവരൊക്കെ ഈ പാർട്ടി കൊലപാതകത്തിലൊക്കെ പങ്കെടുക്കുന്നത്. എന്നിട്ട് ഇവരെ കൊണ്ട് നടന്ന് അക്രമങ്ങൾ, ഇപ്പോൾ ബോംബ് എറിഞ്ഞ് ഒരു കോളനി കയറി അടിച്ച് നിരത്തി അവിടെ കുറേ പേരെ വെട്ടിക്കീറി കൈയും കാലും വെട്ടി ഒരാൾ ചത്തു. ബോംബേറിൽ മരിച്ചു. ഇപ്പോഴും ബോംബ് ഉണ്ടാക്കുന്നുണ്ടല്ലേ. എന്തിനാ ഈ ബോംബൊക്കെ?
ഇവിടെ ആരോടെ ഈ പോകാൻ പറയുന്നതെന്നുള്ളത് തൊട്ട അയൽവക്കത്തുള്ളവരൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയ ഒരു ഏരിയ അവിടെ ഒരു കൂടി വന്ന ഒരു 300 പേര് കാണും. ആ 300 പേരും അപ്പുറത്തൊരു 250 പേരും കൂടെ കൂടിയുള്ള യുദ്ധമായി നടക്കുന്നത്. ഏറ്റവും ഗോത്രീയമായ പരിപാടി. ഈ ഗോത്രീയമായ ഈ ആചാരങ്ങളെല്ലാം നടത്തിയിട്ട് പറയുന്നത് പുരോഗമനമാണ്. അതെങ്ങനെ പറ്റും? അതെ, ഈ ഗോത്രയുടെ നിന്ന് എങ്ങനെ പുരോഗമിക്കും? എനിക്ക് മനസ്സിലായില്ല. അത് എവിടെ ഇവർ പുരോഗമനം ഭയങ്കര അങ്ങേറ്റത്ത് വേറെ കണ്ടൊക്കെ പറയും. പക്ഷേ ഇത് ശരിക്കും ഗോത്രീയമാണ്. ഗോത്രീയമാണ് ഈ പരിപാടി മുഴുവൻ. അതിപ്പോ ഈ പറയുന്ന രാഷ്ട്രീയക്കാർ, ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ തല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യർ തമ്മിൽ തല്ലി ചാകുന്നത് ഗോത്രീയം. രാഷ്ട്രീയ അതെ രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്ന മനുഷ്യർക്ക് അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടല്ലോ, ഈ ഗ്രൂപ്പിന്റെ ഭാഗമാകാനുള്ള ടെൻഡൻസി ഉണ്ടല്ലോ. അപ്പൊ സ്ട്രോങ് ആയിട്ടുള്ള ഗ്രൂപ്പിന്റെ കൂടെ പോയി നിൽക്കുക. ചിലർക്ക് മറ്റ് ഗ്രൂപ്പിനോട് വെറുതെ അത് അവർ നമ്മുടെ ശത്രുക്കളാണ് എന്ന് ചെറുപ്പം പോലെ കേട്ട് വളർന്നതിന്റെ ശത്രുതയായിട്ട് നടക്കുന്നവരുണ്ട്. ചിലർക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഗ്രൂപ്പിന്റെ ഭാഗമാകുക എന്നുള്ളത്. വേറെ കാര്യമുണ്ട്. ഒരു കൊലപാതകം നടന്നു, അപ്പൊ നമ്മളൊരു 10 പേര് കൂടിയിരിക്കുന്നിടത്ത് ഒരുത്തനെ അങ്ങ് തട്ടി. ആ ബാക്കി 9 പേർക്കും ആ കലിപ്പുണ്ടാവും, അവരുടെ ഫാമിലിക്ക് മൊത്തം ഈ കലിപ്പുണ്ടാവും. അത് പിന്നെ അടുത്തടുത്ത് നിന്ന് തട്ടി, അങ്ങനെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുക. മനസ്സിലായോ? ഞാൻ പറയണത് എന്റെ അഭിപ്രായത്തിൽ ഇത് ഈ താഴേക്കിടയിലല്ല, മുകളിൽ നടത്താൻ ഞാൻ പറയണേ. അത് വളരെ നല്ലൊരു കാര്യം. അത് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ പിണറായി വിജയൻ ഇറങ്ങിയിട്ട് നേരെ പോയിട്ട് മറ്റേ കെ സുധാകരനെ അങ്ങോട്ട് കൈകാര്യം ചെയ്യാം. മനസ്സിലാവണ്ടോ? ആ 2 കാര്യങ്ങളും കൂട്ടിയടിക്കുമ്പോ ഉണ്ടാവുന്ന ശബ്ദമില്ലേ, അതൊക്കെ കേൾപ്പിക്കുക. ഇതൊക്കെ ഇവർ ചെയ്യട്ടെ ഞാൻ പറയണ. അല്ലാതെ ഈ പാവങ്ങളെ ഈ ഡെയിലി വേജസിന് പണിക്ക് പോയിട്ട് ജീവിക്കണ മനുഷ്യരെയൊക്കെ ഇമാതിരി പരിപാടിക്കൊക്കെ വിട്ടിട്ട് ഒരു കേസിലൊക്കെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന് ഊരാനൊന്നും പറ്റൊന്നുമില്ല. പിന്നെ അതൊക്കെ തീരണമെങ്കിൽ പിന്നെ പാർട്ടി നോക്കൂ എന്നുള്ളതാണല്ലോ. പിന്നെ പാർട്ടി ഡീൽ ചെയ്യണല്ലോ എല്ലാരെയും. രക്തസാക്ഷി മരിക്കുന്നില്ലല്ലോ. ഇല്ല മരിക്കുന്നില്ല. രക്തസാക്ഷി മരിച്ച ഒരാളാണല്ലോ രക്തസാക്ഷി. അതാണല്ലോ രക്തസാക്ഷി. അതെന്ന് പറയണ ഇല്ല മരിച്ചിട്ടില്ല. അപ്പൊ പിന്നെ രക്തസാക്ഷി അല്ല അത്. അപ്പൊ പിന്നെ അത് രക്തസാക്ഷി അല്ല. ജീവിക്കുന്നു ഞങ്ങളിലൂടെ. ആരിലൂടെ? അങ്ങനെ ഒരിക്കലും നടക്കില്ല. അല്ല, അത് അമ്മാതിരി പരിപാടി പറ്റത്തില്ല. രക്തസാക്ഷി വേണ്ട. ആർക്കും ഇവിടെ രക്തസാക്ഷി എന്തിന്റെ രക്തസാക്ഷിയാണ്? ഈ നാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തല്ലി ചത്തവര് രക്തസാക്ഷികളൊന്നുമല്ല. ഇവര് തമ്മി ദേഷ്യവും വിദ്വേഷം വെറുപ്പും വെച്ച് പുലർത്തിയിട്ട് വാക്കത്തേക്ക് വേണ്ടി ചത്ത ആൾക്കാരെ. രക്തസാക്ഷി ഭഗത് സിംഗ് രക്തസാക്ഷിയാണ്. കാരണം ഇവിടുത്തെ പോരാട്ടം അത് അന്ന് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്നതിനിടയിലൊക്കെ സംഭവിച്ചാണെങ്കിൽ ഓക്കെയാ. പക്ഷെ ഇവിടെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ ഗവൺമെന്റ് ഉണ്ടായി ജനാധിപത്യ സംവിധാനത്തിനകത്ത് രക്തസാക്ഷി എങ്ങനെ ഉണ്ടാവണത് എനിക്കറിയത്തില്ല. അത് സ്വന്തം നാട്ടിൽ ഇരുന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തല്ലി ചത്തുന്നു. അതാ ചോദിക്കണത്, ജനാധിപത്യത്തിനകത്ത് എങ്ങനെയാണ് ഒരു രക്തസാക്ഷി ഉണ്ടാവുന്നത്? എനിക്കതെപ്പോഴും മനസ്സിലായിട്ടില്ല. ഇവര് എന്നിട്ട് പറയാണ് ജീവിക്കുന്നു ഞങ്ങളല്ലോട്ടെ എല്ലാം അതൊക്കെ ഒരു സമയത്തൊരു ട്രെൻഡാണ്. മനസ്സിലായി? നമ്മളൊക്കെ ഇതൊക്കെ പോകുമ്പോഴും കാണുമ്പോഴും ഭയങ്കര ആവേശം, ഒരുത്തനോടെ തട്ടി ഇവര് കണക്ക് പറയുവാന്ന് പണ്ടിരുന്നു. ഇപ്പൊ ആ പരിപാടി നിർത്തി. ചാനലിൽ വന്നിരുന്നാൽ എംസരാജൊക്കെ നല്ലപോലെ പറയും, കണക്ക് കൃത്യമായിട്ട് പറയും. ഒരു കൂട്ടർ വന്നിട്ട് അപ്പുറത്തിരുന്ന് പറയും ഞങ്ങളുടെ അതിനടുത്ത് ഇന്ന പോലെ വെട്ടിക്കൊന്നില്ലേ അന്ന് അവിടെ വന്നിട്ട് കുറച്ച് പറഞ്ഞാൽ അവൻ പറയും ഞങ്ങളാളെ ഇവിടെ വെച്ച് ഇത്ര പേര് വെട്ടിക്കൊന്നു, നിങ്ങൾ അത്ര പേര് വെട്ടിക്കൊന്നു. ഈ പരിപാടി ഇപ്പൊ നിർത്തിയല്ലോ, ആരും പറയത്തില്ല. അത് നന്നായി. എനിക്ക് ഞാൻ വേറെ കാര്യം പറയാം, ഒരു മോശക്കേടായി തുടങ്ങി. പൊതുജനത്തിന് അത് ഇഷ്ടപ്പെടുന്നില്ല. മനസ്സിലാ? അത് പഴയ ഒരു നമ്പറാണ്, അതൊരു ട്രെൻഡാ. വേറെ സാധനമായിരുന്നു. ഇപ്പൊ അത് ഓടൂല. രക്തസാക്ഷി മണ്ഡപമൊക്കെ കാണാൻ ഞാൻ പോയിട്ടുണ്ട്. കൂത്തുപറമ്പ് രക്തസാക്ഷി ഞാൻ കണ്ണൂരൊക്കെ പോയിട്ടുണ്ടോ? പയ്യാമ്പലം ഞാൻ പോയി ഇതൊക്കെ കാണാൻ നോക്കിയപ്പോ അവിടെ വലിയ സംഭവമൊന്നുമില്ല. പക്ഷെ പിന്നെ മനസ്സിലായി ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. എന്തിനാ ഇങ്ങനെ മനുഷ്യർ തമ്മിൽ തല്ലി ചാവേണ്ട ആവശ്യം? അല്ലാതെ തന്നെ രാഷ്ട്രീയം ലോകം മുഴുവനുണ്ട്. അമേരിക്ക ഇതിലും വലിയ രാജ്യമാണ്, UK ഇതിലും വലിയ രാജ്യമാണ്. അവിടെ എല്ലാം രാഷ്ട്രീയമുണ്ട്, അവിടെ ഇലക്ഷൻ നടക്കുന്നുണ്ട്, വമ്പൻ ഇലക്ഷൻ. ഇവിടെയൊക്കെ വലിയ സൂപ്പർ ഇലക്ഷൻ. ഒരുത്തം പോലും ഒബാമയുടെ പാർട്ടിക്കാരൻ വന്നിട്ട് ട്രംപിന്റെ പാർട്ടിക്കാരെ കൊല്ലുന്നില്ല, വെട്ടിക്കൊല്ലുന്നില്ല, 52 വെട്ടില്ല. അവിടുത്തെ കണ്ണൂർ ഇങ്ങനെ ഒരു പരിപാടി ഇല്ല. അവിടെ കണ്ണൂരില്ലല്ലോ. അമേരിക്കയിലെ കണ്ണൂർ ഇങ്ങനെ ഇല്ലടേ. കണ്ണൂരില്ല, അമേരിക്ക കണ്ണൂരില്ലടേ. അങ്ങനെയൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുക, അറബികള് അവിടെയാണ് രാജാവാ, അവിടെ ഇല്ല ഈ പ്രശ്നം. തമ്മിൽ തല്ലിച്ചാവത്തില്ല, അവര് തമ്മിലുള്ള പ്രശ്നമില്ല. അവന്മാര് രാജ്യങ്ങൾ തമ്മിൽ അല്ല, രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ട്. അങ്ങനെ ചുമ്മാ നടത്തില്ല രാജാവ്, വേണമെങ്കിൽ തട്ടാം, അങ്ങനെ നട്ടത്തില്ല. എടോ എന്താ കാര്യം അറിയാം, ഇല്ല രാജാവിന്റെ കൂടെ നിൽക്കുന്നവരെല്ലാം രാജാവിനോട് എപ്പോഴും. എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ രാജാവ് അവിടെ റിബലില്ല, രാജാവ് സാധനം എടുക്കാൻ പറ്റില്ല. അതിപ്പോ അവിടെ ഇനിയിപ്പോ രാജാവ് എത്ര നല്ലവനാണെങ്കിലും രാജാവ് തന്നെ, അത് എടുക്കില്ല. ഇല്ല എന്താ കാര്യം അറിയോ, നമ്മൾ വിചാരിക്കുന്നവരല്ല രാജാവ്. രാജാവിന് ഒരു പ്രത്യേകതയുണ്ട്. ഇല്ല പറയട്ടെ, എടോ ഇതുവരെ കണ്ട അവിടുത്തെ രാജാക്കന്മാർക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. അവരുടെ രാജാവ് ഈ രാജ്യത്തെ ഈ പറഞ്ഞ മനുഷ്യരെ നല്ലപോലെ വൃത്തിക്ക് നോക്കണമെന്നുള്ളതേ ഉള്ളൂ. അവരത് ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ദുബായ് രാജാവ് അവിടുത്തെ മനുഷ്യർക്ക് വേണ്ടിയിട്ട് കിടന്ന് അങ്ങ് കൊടുത്തേക്കുക.
മനസ്സിലായി. കുവൈറ്റിലെ രാജാവാണെങ്കിലും എടുത്തു വിട്ടേക്കുക. എല്ലാവർക്കും വീട്, കാറ് എല്ലാം ഫ്രീ ആയിട്ടാണ് കുറേ പേര് ജീവിക്കുന്നത്. ഫുഡൊക്കെ ഒന്ന് ഭയങ്കര ചീപ്പാ. മനസ്സിലായോ? എല്ലാ രാജാക്കന്മാരും പൊളിയാണ്. പക്ഷെ ഇവര് തമ്മിലുള്ള പ്രശ്നമുണ്ട്. സുന്നി ഷിയ പ്രശ്നം, രാജാക്കന്മാർ തമ്മിൽ പ്രശ്നം, അതിർത്തി പ്രശ്നം, പറമ്പിനപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് വേലിയൊക്കെ വെട്ടിമുറി, അങ്ങനത്തെ പരിപാടിയേ ഉള്ളൂ. അല്ലാതെ അവരുടെ രാജ്യത്തിനകത്ത് അവർ തമ്മിലൊരു കമ്മ്യൂണൽ പ്രശ്നങ്ങളില്ല, ഒരിടത്തുമില്ല. അതുണ്ടെങ്കിൽ ആ രാജ്യം നശിച്ചിട്ടുണ്ട്. ഈ ദുബൈയിലും സൗദിയിലും ഈ പറഞ്ഞ ഖത്തറും കുവൈറ്റും ഒന്നും അങ്ങനെ നടക്കത്തില്ല. യാതൊരു പ്രശ്നമില്ലല്ലോ. അതാ പറഞ്ഞ അവിടെ പ്രശ്നമില്ല, അവർക്ക് തമ്മിൽ പ്രശ്നമില്ല. പക്ഷെ ഇന്ത്യയിൽ അങ്ങനെയാണോ? ഇവിടെ കണ്ണൂർ തന്നെ തമ്മിൽ പ്രശ്നമാണ്. കേരളത്തിൽ മൊത്തം പ്രശ്നം. ആന്ധ്രയിൽ പോയാൽ വേറെ പ്രശ്നം. ഓരോ സ്റ്റേറ്റിലും പ്രശ്നം. ഓരോ സ്റ്റേറ്റിലും പ്രശ്നം. എല്ലായിടത്തും കൊലയാവാ. എന്നിട്ട് ജില്ലാടിസ്ഥാനത്തിൽ വരെ ആളുകൾ തിരിഞ്ഞു വർത്താനം പറയും. അതെ, അടിപിടി വെട്ടുകുത്തില്ലാത്ത പരിപാടിയില്ല. ഞങ്ങൾ മറ്റടുത്ത ആൾക്കാരാണോ, നിങ്ങൾ മറ്റടുത്ത ആൾക്കാരല്ലേ? എന്നോട് ഞാൻ അങ്ങനത്തെ സാധനമൊക്കെ കേട്ടിട്ടുണ്ട്. ഇവരെല്ലാം വളരെ ചെറിയ കമ്മ്യൂണിറ്റിയാ പറഞ്ഞു കഴിഞ്ഞാൽ. എന്നോട് വലിയ കമ്മ്യൂണിറ്റികളല്ല ഈ അടി ഉണ്ടാക്കുന്നത് ഇവിടെ കിടന്ന്. നമ്മൾ പറയും ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭയങ്കര വലിയ പാർട്ടിയാണെന്ന് വെച്ചാൽ മെമ്പർഷിപ്പ് എടുത്ത് നോക്കിയാൽ അത്രയും മനുഷ്യരൊന്നും ഇല്ല. മനസ്സിലായത് എനിക്ക്. മനുഷ്യരുടെ എണ്ണം കുറവാ. പാർട്ടിക്കാരുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ അത് പാർട്ടിക്കാർക്ക് കൃത്യമായിട്ടൊരു നമ്പർ കാണും. അത് വലിയ പോപ്പുലേഷൻ ഒന്നും അല്ല ശരിക്കും. ഈ 4 കോടിക്കകത്ത് ചിലപ്പോൾ ഒരു 25-30 ലക്ഷം പേരെ കാണത്തുള്ളൂ ചിലപ്പോൾ പാർട്ടിക്കാരെന്ന് പറയാം. അത്രയും കാണും. അതുപോലെ തന്നെ മെമ്പർഷിപ്പ് ഉള്ള ആൾക്കാർ, പാർട്ടിക്ക് വേണ്ടി നിൽക്കുന്ന ആൾക്കാർ മെമ്പർഷിപ്പ് ഉള്ള പാർട്ടിക്കാരുടെ കാര്യമാണ് പറഞ്ഞത്. അത്രയും പേരെ കാണും. 30 ലക്ഷം പേരെ കാണും. പിന്നെ ഉറപ്പല്ലേ? ആക്റ്റീവായിട്ട് ചിലപ്പോൾ 1 ലക്ഷം പേരൊക്കെ കാണത്തുള്ളൂ. അതായത് ഫുൾ ടൈം കേരളം മുഴുവൻ നടക്കാനും ആ ഏരിയ മുഴുവൻ കറങ്ങി നടക്കാനൊക്കെ. എനിക്ക് അത് പറഞ്ഞപ്പോഴാണ് ഈ കേരളത്തിൽ എനിക്ക് ഈ CPM എന്ന് പറയുന്ന പ്രസ്ഥാനം ഇനി കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ആള് M. സ്വരാജാണ്. M. സ്വരാജ് ഒരു കഴിവുള്ള ഒരുത്തനാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് കുറച്ച് ഈ ഇന്നത്തെ കാലഘട്ടമായിട്ട് ഇടപെട്ട് പോകാൻ പറ്റുന്ന ബാക്കിയെല്ലാം ചിന്താ ജെറോം, മറ്റത് ജെയ്ക്ക്, മറ്റവൻ കടവുകൾ എന്ന് പറഞ്ഞ ഒരു കൂട്ടം കടവുകൾ, യാതൊരു ബോധമില്ല, വെളിവുമില്ല. കുറെ കമ്മ്യൂണിസ്റ്റ് മറ്റേ കണ്ണൂർ ആക്സന്റിൽ വർത്താനം കൂടി പറയും. അതും കൂടി കേൾക്കുമ്പോൾ നമ്മൾ അതല്ലടാ, ഇവര് പറയുന്ന എല്ലാം ഔട്ട്ഡേറ്റഡാ. ഇവരെന്ത് ഈ പറഞ്ഞോണ്ടിരിക്കണം? ഇവരുടെ ചർച്ച എന്താ? ഇവരെന്താ ഡിസ്കസ് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവണ്ട. അവർ ഡിസ്കസ് ചെയ്യുന്നതല്ല, റൈവലറി, ഇവര് തമ്മിലുള്ള മറ്റേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഡിസ്കസ് ആവണം. ഇവിടെ ഇപ്പൊ ഉദാഹരണത്തിന് ഈ നമ്മുടെ പാലാരിവട്ടം പാലം പണിതതിനെ കുറിച്ച്, അഴിമതിയെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാരനോട് ചോദിക്കുകയാണെന്ന് വിചാരിക്കാം. നിങ്ങൾ പാലാരിവട്ടത്ത് പാലം അപ്പൊ തന്നെ അപ്പുറത്തുനിന്ന് വേറെ സാധനം വരും. നിങ്ങൾ മറ്റേ ഇടുക്കിയിൽ മറ്റടുത്ത് പണിത പാലോ, അപ്പൊ അതെന്തായി എന്ന് ചോദിച്ചിട്ട് ഇവര് തമ്മിൽ അതങ്ങോട്ട് ഓക്കെ കഴിഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞു. അടുത്ത വിഷയത്തിലേക്ക് വന്നിട്ട് ഇവരാട് പോകും. അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യുന്നതൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരിഹരിക്കത്തില്ല. പ്രശ്നം പരിഹരിക്കുന്ന ഒരു പരിപാടി കണക്ക് പറഞ്ഞ് അടി ഉണ്ടാക്കുക. പണ്ട് ഞാൻ പറഞ്ഞില്ലേ, വെട്ടും കൊന്നു, ഇത്ര പേരെ കൊന്നു, അത്ര പേരെ കൊന്നു പറഞ്ഞ പോലെ തന്നെ ഒരു പരിപാടി അഴിമതി പറയുന്നത്. അവർ പറയും കഴിഞ്ഞ നിങ്ങളൊന്നും അഴിമതി നടത്തിയില്ല, ഇത്ര കോടിയുടെ അഴിമതി അല്ലേ നടത്തുന്നത്. ഉടനെ കേട്ടോണ്ടിരിക്കുന്ന ശരി, ഇവര് ഭയങ്കര അഴിമതിക്കാരാ, അടുത്ത് ഇവരെ കയറ്റിവിടും. അത് കഴിഞ്ഞ് മറ്റൊരു വന്നിട്ട് പറയും നിങ്ങൾ കഴിഞ്ഞ 4 വർഷമായിട്ട് ഇത്ര അഴിമതി നടത്തിയില്ലേ, അവിടെ കാണിച്ച് ഇതല്ലേ മറ്റല്ലേ മറിച്ചല്ലേ പറയുമ്പോൾ ഇവരെ കയറ്റിവിടും. ഗതികെട്ടവന് ഇവരൊന്നും അല്ല. ഗതികെട്ടവൻ ഇതിനൊക്കെ ഓശാന പാടേണ്ട വരുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അതായത് നമ്മുടെ പാർട്ടിക്കാരെ അഴിമതി നടത്തി അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. ഇപ്പൊ നേതാക്കന്മാര് ഓരോ അഭ്യാസം കാണിച്ചു. നേതാക്കന്മാരെന്തെങ്കിലും അഭ്യാസമൊക്കെ കാണിച്ചു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ആരോപണങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ നടന്ന് അതിനെ ന്യായീകരിക്കേണ്ട ഗതികേട് വരുന്ന കുറേ പാവങ്ങളുണ്ട്. ഈ മോഹൻലാൽ ഫാൻസിനെയൊക്കെ പോലെ തന്നെയുള്ള, ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയിൽ മോഹൻലാലിൻ്റെ കാര്യം പറയണതല്ല, ഇതുപോലെയുള്ള ഗതികെട്ട കുറേ മനുഷ്യരുണ്ട്. ചില പാർട്ടിക്കാരും ഫാൻസാ. മൊത്തം പാർട്ടിക്കാരും പിണറായി ഫാൻസ് ഉണ്ട്. പിണറായി ഫാൻസ് ആണ്. അതായത് ഒരു ഘട്ടം കഴിഞ്ഞ് ഉമ്മൻചാണ്ടിക്ക് ഫാൻസ് ഇല്ലേ? ഉമ്മൻചാണ്ടിക്ക് ഫാൻസ് ഉണ്ട്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ മോദിക്കുണ്ടല്ലോ ഫാൻസ്. അപ്പൊ പറഞ്ഞു തന്ന ഇത്രേ ഉള്ളൂ, പോയിന്റ് ഇത്രേ ഉള്ളൂ. അതായത് ഒരു എന്താ പറയണ, ഈ എന്താ പറഞ്ഞത് കട്ടായി പോയി. അതിന്റെ ഇടയിൽ എന്തോ താൻ പറഞ്ഞു കഴിഞ്ഞപ്പോ അതാണ് മിസ്സായി. അതിനിപ്പോ വീഡിയോ നോക്കിയാൽ മനസ്സിലാവും. പക്ഷെ വേണ്ട, അല്ലേ പോട്ടെ. അല്ല, ഞാൻ ഓർത്താണല്ലോ, തന്നോട് പറഞ്ഞില്ല. അത് എന്തോ പറയാൻ വരുമായിരുന്നു, മറന്നുപോയി. ഞാൻ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല പറഞ്ഞു വന്ന കാര്യം. അവിടെ ആയിരിക്കും ബ്രേക്ക് ആയത്. തിരിച്ചോണ്ടിരാ കണ്ടിന്യൂ.
ഇവർക്ക് ഫാൻസ് ഉണ്ട് തിരിച്ചു പോകണം. രാഷ്ട്രീയക്കാരുടെ ഫാൻസ് ഇവരുടെ പുറകെ ഇങ്ങനെ നടക്കുന്ന ന്യായീകരിക്കുന്ന ആൾക്കാരെ പറ്റി ന്യായീകരിക്കേണ്ട ഗതികേട്, അതൊരു വല്ലാത്ത ഗതികേടാണ്. ഇപ്പൊ നമ്മള് ഇഷ്ടപ്പെടും. നേരെ മറിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഇത് പ്രതിപക്ഷത്തിരിക്കുന്ന ആൾ ചെയ്താൽ ഭയങ്കരമായിട്ട് എതിർക്കേണ്ട സാധനം നമ്മൾ ഭരണപക്ഷത്തിരിക്കുന്ന സമയത്ത് അത് കുഴപ്പമില്ല. ആ സാധനം ഗതികേട്, അതൊരു ഗതികേട്, അത് വല്ലാത്തൊരു ഗതികേടാണ്. അതോ അങ്ങനെ അല്ല പറഞ്ഞാൽ അവനെ വീണ്ടും തെറി വിളിക്കേണ്ട ഗതികേട്, അത് വേറൊരു ഗതികേട്. ഇതിനെ ന്യായീകരിക്കേണ്ട ഒരു ഗതികേട്. മനസ്സിലാവുണ്ടോ? അതായത് നേതാവ് അഴിമതിക്കാരനാണെന്ന് അറിഞ്ഞിരിക്കുകയും എന്നാൽ അയാൾ അഴിമതിക്കാരനാണെന്ന് സമ്മതിക്കാൻ പറ്റാതിരിക്കുകയും ഒക്കെയുള്ള ഒരു അവസ്ഥ. അതാരെങ്കിലും അഴിമതിക്കാരനെന്ന് പറഞ്ഞാൽ അതിനിടെ പോയി അവന് അതിനകത്ത് ന്യായീകരണം കണ്ടെത്താൻ ശ്രമിച്ചിട്ട് പോരാത്തിന് അതും അല്ലെങ്കിൽ ആക്രമിക്കാൻ വരെ തയ്യാറാണ് ഒരു അവസ്ഥ. ഇത് പറഞ്ഞ നിന്നെ ശരിയാക്കളെന്ന് പറഞ്ഞ പോലത്തെ അങ്ങനത്തെ അവസ്ഥ വരെ അതൊരു ഗതികേട് എന്ന് പറഞ്ഞാൽ ചില്ലറ ഗതികേടൊന്നുമല്ല. ഒരു മനുഷ്യൻ അത്രയും ഗതികേട് ഞാൻ ഫേസ് ചെയ്യാൻ പാടില്ല. ഈ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് രാഷ്ട്രീയ കൊലപാതകം ഇല്ല. അഭിമന്യുവിന് ശേഷം ഏതായാലും ഉണ്ടായിട്ടുണ്ടോ? അഭിമന്യുവിന് ശേഷം എൻ്റെ ഓർക്കണില്ല. അതിന് ശേഷം പിന്നെ ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് തോന്നുന്നു. അഭിമന്യു അത് പക്ഷെ അതൊന്നും അങ്ങനത്തെ കണ്ടീഷനിലല്ല. അത് ഇതല്ല സംഭവം. ഈ രാഷ്ട്രീയ കൊലപാതകത്തിന്റെ രീതിയിലല്ല നടക്കുന്നത്. അഭിമന്യു ആണ് ലാസ്റ്റ് മെയിൻ. അത് വട്ടവട ചെന്ന് ഒരു പരിപാടി കാണിക്കാൻ വേണ്ടി ചെയ്തെന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. വട്ടവടയിലായിരുന്നു അഭിമന്യുവിന്റെ വീട്. അവിടെ ചെന്ന് ഈ കുമ്മനം കുറച്ച് പരിപാടി കാണിച്ച് വട്ടവട മൊത്തം നടന്ന് പ്രവർത്തിച്ചായിരുന്നു കുമ്മനം. അത് കഴിഞ്ഞപ്പോൾ ഇവിടെ ആരോ വന്ന് അവിടെ ഉള്ളൊരു പയ്യനെ കൊല്ലുക, പിന്നെ അവൻ്റെ രക്തസാക്ഷി മണ്ഡപവും മറ്റതും മറിച്ചുമൊക്കെ ആയിട്ട് വീണ്ടും കളം പിടിച്ച് അങ്ങനെ സംശയമുണ്ട്. എനിക്കുള്ള സംശയങ്ങളാട്ടോ. ഞാനത് അവിടെ പോയാൽ വട്ടവിടെ പോയാൽ അതൊക്കെ ഉണ്ട്. അതായത് അത്തരം സംശയങ്ങൾക്കൊക്കെ ഇവിടെ സ്പേസ് ഉണ്ട്. അത് കൊന്നത് വേറെ എന്തോ ബന്ധമില്ലാത്തൊരു പാർട്ടിക്കാർ വന്ന് അത് SDP കണ്ടോ? എനിക്കറിയത്തില്ല ആരാന്ന്. SDP അങ്ങനെ ആരാണ്ട്. അവർക്ക് എന്താണ് ഇയാളോട് ഇത്ര വലിയ പ്രശ്നം? ഇയാൾ എന്തിനാ കൊല്ലണത്? കൊല്ലാനും വേണ്ട ഒരു സംഭവം ഒരു ക്യാമ്പസിൽ നടക്കത്തില്ല. എടോ അങ്ങനെ ഒരു വിഷയം ഉണ്ടാവണം. എന്താണ് അതെന്താ വിഷയം ശരിക്കും? ഒരാളെ ഒരു സ്റ്റുഡന്റിനെ അങ്ങ് കൊന്നു കളയാന്ന് തീരുമാനിക്കുന്ന തരത്തില്. പക്ഷേ ഈ കൊലപാതകം നടന്നില്ലേ? കൊലപാതകം നടന്നിട്ട് പിന്നെ ഇതിന്റെ അന്വേഷണങ്ങളോ ചർച്ചകളോ ഒന്നും നടക്കുമ്പോഴും ഇത് ഡൈവേർട്ടായി പോകുന്ന അല്ലാതെ റീസൺ കിട്ടത്തില്ല. എടോ വേറെ കാര്യമുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു കാര്യം നാം മനസ്സിലാക്കണം. ഇല്ല മരിക്കുന്നില്ല, മരിക്കുന്നില്ല. അപ്പൊ ഭയങ്കര കഷ്ടം അത്. ആ സാധനത്തിനകത്ത് എനിക്ക് ഇപ്പോഴും ഭയങ്കര ഒരു സംശയമാണ്. അത് കുറച്ച് ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഏരിയ. ഭയങ്കരമായിട്ട് അത് സംസാരിക്കാതെ പോകുന്നുണ്ട്. ഇതിന്റെ അന്വേഷിച്ചിട്ട് ഇതിന്റെ മോട്ടീവ് മനസ്സിലാവുന്നില്ല. കുറ്റവാളിയൊക്കെ ഉണ്ടായിട്ടുണ്ട്, അവരെ പിടിച്ചിട്ടുണ്ട്, പരിപാടിയൊക്കെ ഈസിയാണ്. അതൊക്കെ കാര്യങ്ങളുടെ വ്യക്തമായിട്ട് പിടിക്കുന്നുണ്ട്. അതൊന്നും പ്രശ്നമല്ല. അവിടുത്തെ മോട്ടീവിനകത്തുള്ള ആ രാഷ്ട്രീയമാണ് മനസ്സിലാവാത്തത്. മോട്ടീവ് എന്താ? അതാ പറഞ്ഞേ, ഇവര് ക്യാമ്പസിലുണ്ടായ പ്രശ്നത്തിനൊന്നും അല്ല കൊല്ലുന്നത്. മനസ്സിലായോ? ഇതിനകത്ത് ഭയങ്കര പ്ലാനാണ്. ആരുടെയോ നല്ല കിടിലം, നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് കൃത്യമായിട്ട് ചെയ്ത കൊല്ലാൻ വേണ്ടി ഒന്ന് കൊന്നതാ. അല്ലാതെ ഇങ്ങനത്തെ കൊലപാതകം നടന്നാൽ ചിലപ്പോൾ ആൾക്കാർ ഈ രീതിക്കായിരിക്കും ഇതിലെടുക്കുന്നത്. എന്താ കാര്യം എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ അത്രയ്ക്കങ്ങ് എല്ലാവർക്കും അങ്ങ് അഭിപ്രായക്കാരായതുകൊണ്ട് ഒരു ട്വിസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. ആൾക്കാർ പറയുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ പരിപാടി ഇപ്പം അഭിമന്യുവിന് ശേഷമാണ് സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആവുന്നത്. ഒരു കാര്യം പറയുമ്പോഴേ, ഇപ്പൊ ഒരു അഭിപ്രായം പറയുമ്പോഴേക്കും ഒരു ഘട്ടം വരെ എങ്ങനെയായിരുന്നു? ഒരു അഭിപ്രായം പറയുമ്പോഴേക്കും അല്ലെങ്കിൽ നേരെ സംഖ്യയാന്ന് പറയും അഭിപ്രായം പറഞ്ഞാൽ, അല്ലെങ്കിൽ കമ്മിയാന്ന് പറയും, അല്ലെങ്കിൽ പറയും സുഡാപ്പിയാന്ന് പറയും. ഇങ്ങനെ അങ്ങോട്ട് ചാപ്പ അടിച്ചിട്ട് സൈഡാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയുന്നതിന്റെ ഒരു ഇതങ്ങ് പോയല്ലോ. ആ ഒരു പ്രസക്തി ഇല്ലാതാക്കുന്ന അങ്ങനെയാണ്. എന്നെ പറ്റി അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. തന്നെ പറ്റി കമ്മിയാന്നൊക്കെ പറയും കുറച്ച് പേര്. കമ്മിയാന്ന് തെറ്റിദ്ധരിക്കും ഞാൻ. പക്ഷെ ഈ അന്തം കമ്മിയല്ലെന്ന് പറയും. എനിക്ക് ഈ ഇടതുപക്ഷ പരിപാടി ഇഷ്ടമാണ്. മനസ്സിലാകുന്നുണ്ടോ? എല്ലാവർക്കും ഇഷ്ടമുള്ള പരിപാടി, അല്ലാതെ പാർട്ടി പരിപാടി എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ അങ്ങനെ പറ്റുള്ളൂ. അതായത് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇടതാണ്, അതിനകത്ത് സംശയമൊന്നുമില്ല. പക്ഷെ അത് കക്ഷി രാഷ്ട്രീയത്തിലല്ലെന്നുള്ളൂ. ഏത് അങ്ങനെയുള്ളവരാ കൂടുതലും. മറ്റേ CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറയുന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന ഇടതല്ല ഈ പറയുന്നത്. ഇടത് രാഷ്ട്രീയമാണ്. അതേ പറ്റുള്ളൂ. അതേ പറ്റത്തുള്ളൂ. അല്ലാതെ വേറെ ഓപ്ഷൻ ഒന്നുമില്ല. നമുക്ക് വേറെ ഒന്നും തെരഞ്ഞെടുക്കാനില്ലല്ലോ ഇവിടെ. വേറെ വഴിയില്ലല്ലോ. മറ്റേതൊക്കെ വരുന്നത് വേറെ പരിപാടിയായിട്ടല്ലേ? വഴിയില്ലാത്തതുകൊണ്ടാണ് ഇതിലേക്ക്. അപ്പൊ ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾ എനിക്ക് തോന്നുന്നു ഇനി ഇത്രയും സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആയതുകൊണ്ട് ഇനി സാധ്യത കുറവാനാണ് സാധ്യത. ഇനി നടക്കുന്നതെല്ലാം
വേറെ പരിപാടി നടക്കത്തുള്ളൂ. അല്ല ഇതിന്റെ പേരിൽ, അതായത് ഇനിയിപ്പോ രക്തസാക്ഷി ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. കാരണം എണ്ണം കൂടിപ്പോയി. 1000 രക്തസാക്ഷികളായി കഴിഞ്ഞാൽ പിന്നെ 30,000 രക്തസാക്ഷി എന്നൊക്കെ പറഞ്ഞ ആരെ ഓർക്കാനോ? എല്ലാ ദിവസവും ഇത് തന്നെ ആയിരിക്കും പരിപാടി. എല്ലാ ദിവസവും രക്തസാക്ഷികൾ സിന്ദാബാദ് വിളിക്കേണ്ട 365 ദിവസവും ഓരോരുത്തർ മരിച്ച ദിവസം അങ്ങ് ആചരിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് നിർത്തി നന്നായി. പക്ഷെ എന്നെ ഒരു 6 വർഷം മുമ്പ് ഒരു RSSന്റെ കേരള സ്റ്റേറ്റിൻ്റെ ഒക്കെ എന്തോ സംഭവമാണെന്ന് പറഞ്ഞൊരു മനുഷ്യൻ വിളിക്കുന്നുണ്ട്. എന്നോട് പറഞ്ഞ് തൻ്റെ വീഡിയോ ഒക്കെ ഞങ്ങൾ കാണാറുണ്ട്. സംഖ്യകളെ അന്ന് നമ്മൾ ഭയങ്കരമായിട്ട് ആക്രമിക്കുന്ന വീഡിയോ ഇടുന്നൊരു സമയമാണ്. ഞാൻ ആദ്യം അതാ ചെയ്തുകൊണ്ടിരുന്നത്. മോഡി കയറിയപ്പോൾ തൊട്ട് എനിക്ക് എന്തോ മറ്റേ ബീഫ് ഇഷ്യൂസ് ഇതെല്ലാം കൂടെ കയറിയിട്ട് വല്ലാണ്ടായി. ഞാനപ്പോൾ നിരന്തരം വീഡിയോ ഇടുക. എന്ത് കിട്ടിയാലും ഇങ്ങനെ പറഞ്ഞ് പൊട്ടിക്കുന്ന നശിപ്പിക്കുക ഇത് തന്നെ. അപ്പോൾ കുവൈറ്റിലൊക്കെയാണ് സംഭവം. അപ്പോൾ ആ സമയത്ത് എന്നോട് ഇതിനെതിരെ നിൽക്കുന്ന ആൾക്കാരെല്ലാം ഒരു സൈഡിൽ കൂടി ഇങ്ങനെ വന്നാന്ന്. പക്ഷെ ഞാൻ ഇവരോടൊന്നും കൂടാനും പോയില്ല, നമുക്ക് ഗ്രൂപ്പ് ഇല്ലല്ലോ. അപ്പോൾ ഈ RSകാരെന്ന് പറഞ്ഞ എന്നെ വിളിക്കുക. ആൾ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇനി RSന്റെ ഭാഗത്തു നിന്നോ BJPയുടെ ഭാഗത്തോ, BJPയുടെ കേസ് അവരത്രയും പറഞ്ഞില്ല, ഒരു കൊലപാതകം ഇനി നടക്കത്തില്ല. അത് സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ഓർഡർ ഉണ്ട് ഇവർക്ക്. ഇനി RS കൊല്ലത്തില്ല. ഇപ്പോഴും നടന്നിട്ടില്ല. അത് ഭയങ്കര കറക്റ്റാണ്. എന്നോട് കൃത്യമായിട്ട് ഒരാൾ വിളിച്ച് പറയുക, ആണ് നിങ്ങൾ ഇത്രയും വീഡിയോ ഒക്കെ ഇടുന്ന ആളല്ലേ, നിങ്ങളിത് ശ്രദ്ധിച്ചു വെച്ചു. ഇനി ഒരു 6 വർഷമായിട്ട് താൻ നോക്കിയോ, അനങ്ങിയിട്ടില്ല. അവർ പറയുന്നത് അങ്ങോട്ട് കൊന്നാലും അവർ തിരിച്ചു കൊല്ലത്തില്ല. ആ നിലപാടെടുത്തുന്നത് അങ്ങനെ എന്തോ തീരുമാനമൊക്കെ ഉണ്ടായിട്ടുണ്ട്. CPM-മാരായിട്ട് എന്തോ സംസാരം വരെ ഉണ്ടായിട്ടുണ്ട്. അതായത് പാർട്ടിക്കാർ തമ്മിൽ ഒരു കോൺവെർസേഷൻ ഒക്കെ നടന്നിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അതുകൊണ്ടാണോ അഭിമന്യുവിനെ വേറൊരാൾ കൊല്ലേണ്ടി വന്നത്? അതുകൊണ്ടാണ് RSകാർക്ക് കൊല്ലാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് PDP ആരാണ്ട് കൊല്ലേണ്ടി വന്നു. ആരാണ്ടെ കൊണ്ട് കൊല്ലിച്ചു. അല്ല എല്ലാരും കൂടി അങ്ങ് കൊന്നു. അവര് കൊന്നതാണോ അതോ കൊല്ലിച്ചതാണോ? കൊലപാതകം ആവശ്യമാണെങ്കിൽ നടന്നു പോകുന്നൊരു സാധനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കൊലപാതകം ഒരു ആവശ്യമായി മാറുന്ന സ്ഥലം അതൊക്കെ. നമ്മുടെ രാഷ്ട്രീയ സെറ്റപ്പ് അങ്ങനെയാന്ന് ഒന്ന് ആലോചിച്ചു. തട്ടി കഴിയുമ്പോൾ അതിന്റെ പേരിൽ സെന്റിമെന്റ്സും ഒക്കെ ഇറക്കി അതാ പിന്നെ വേറെ ഫോട്ടോ വെച്ച് ഇലക്ഷന് പ്രചരണം നടത്തും. മറ്റേ പരിപാടി ഉണ്ട്. ഏത് ഇപ്പോൾ ഒരാളും ഒരു MLA-യോ MP-യോ അല്ലെങ്കിൽ ഒരു മന്ത്രിയോ ഒക്കെ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈ ഇലക്ഷനിൽ നേരെ ഭാര്യനെയോ അല്ലെങ്കിൽ മകനെയോ മകളെയോ ഒക്കെ പിടിച്ച് നിർത്തുന്ന നാടത്. ഉമ്മൻചാണ്ടി വെച്ചപ്പോൾ ഉമ്മൻചാണ്ടിയുടെ മോനെ ഇലക്ഷൻ നിർത്തി. മറ്റേ വട്ടവടെ പോയ അവിടെ ഒരു എന്തോ ഇവന്റെ ഒരു രക്തസാക്ഷി മണ്ഡപം ഉണ്ട്, ലൈബ്രറി ഉണ്ട്. ഇങ്ങനത്തെ ഒരു പരിപാടി ഭയങ്കര സംഭവമാക്കി കളഞ്ഞു. ആ ചെക്കൻ മരിക്കുന്നതുകൊണ്ടുള്ള ഗുണമോ ഭയങ്കര ഗുണമല്ലേ? ഒരു കമ്മ്യൂണിസ്റ്റ് ഗ്രാമമായി മാറിയിട്ടുണ്ടോ കാണും. അപ്പൊ അവിടെ ആരൊക്കെ തമ്മിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഇതുപോലെ കൊല്ലാനും തല്ലാനും ഒക്കെ പറ്റും. മനസ്സിലാ? അതിപ്പോ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഉദ്ദേശം വെച്ചിട്ട് ആര് ചെയ്താലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അപ്പോഴും ഞാൻ ആലോചിക്കുന്നേ, ഇപ്പൊ അങ്ങനെ ഒരു കുമ്മനം അവിടെ കിടന്ന് കറങ്ങി പരിപാടികൾ നടത്തിയതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പരിപാടി നടന്നതെങ്കിൽ അവിടെ സ്പേസ് പിടിക്കാൻ പോകുന്നു. അതാണല്ലോ അതിന്റെ ഒരു ധ്വനി. അങ്ങനെയല്ലേ? അപ്പൊ അങ്ങനെ പിടിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഈ SDP-ക്കാരെ കൊണ്ട് കൊല്ലിക്കുന്നത്. അപ്പൊ പിന്നെ കുമ്മനത്തിന് അത് ഉപകാരം ചെയ്യലുള്ളൂ. അല്ല, കുമ്മനം പറയും കണ്ടില്ലേ. അങ്ങനല്ല സംഭവിച്ചത് അവിടെ. പിന്നെ അതായത് ഈ കുമ്മൻ അങ്ങ് ചെന്ന് കൃഷിയിടങ്ങളിൽ അവിടെ എല്ലാം അവർക്ക് കുറേ എന്തൊക്കെ ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു, ബഹളം. ഞാൻ പോയ സമയത്ത് അവിടെ മൊത്തം ഒരു BJP ട്രെൻഡ്, ഭയങ്കര ട്രെൻഡ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എല്ലാവരും BJP-ക്കാരോ ഒരു ഏരിയ മുഴുവനും കുറേ ആൾക്കാരെ പരിചയപ്പെട്ടു. അപ്പോൾ അവിടെ തന്നെ താമസിക്കുന്ന കുറച്ച് പേര് പറയുന്നുണ്ട് എന്നോട്, എടാ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, ഇവിടെ ഈ രീതിക്കാണിപ്പോൾ ഒരു ട്രെൻഡ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ കേൾക്കുന്നത് ഈ അഭിമന്യുടെ കൊലപാതകം കഴിഞ്ഞിട്ട് ഈ സാധനം വട്ടവടയാന്ന് പറയുമ്പോഴാണ് എനിക്ക് പിന്നെയും പ്രശ്നം തോന്നിയത്. മറ്റേ മദ്യദുരന്തം പോലെയും അല്ലെങ്കിൽ അതുപോലത്തെ ഒരു സംഭവം. പിന്നെ ഞങ്ങളവിടെ DYFI-ക്കാരനെ വെട്ടിക്കൊല്ലുന്നുണ്ട്. അന്നത്തെ ആ കൊലപാതകത്തിനകത്തും അത് പിന്നെ വേറെ എന്തൊക്കെയോ കണക്റ്റഡ് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ്. പക്ഷെ അതും പാർട്ടി പക്ഷേ അതിനെ എടുക്കുമ്പോൾ ഇതിപ്പോൾ എങ്ങനെ നടന്നാണേലും അത് ഈ പാർട്ടി എടുത്തിട്ട് അത് നേരെ അങ്ങ് മറിക്കും. ഇത് ഭയങ്കര രക്തസാക്ഷിയാക്കി വെച്ചിട്ട് ഈ ട്രെൻഡ് എടുക്കും. മനസ്സിലാവും? അപ്പോൾ അവിടുത്തെ ആംബുലൻസിലെല്ലാം ഇവൻ്റെ പടം. ഇവർ ശരിക്കും പറഞ്ഞാൽ ആരാ കൊന്നത് എന്തിനാ കൊന്നു വെച്ചാൽ വേറെ വിഷയമൊക്കെയാണ്. ഈ മഹാരാഷ്ട്രയിൽ നടന്ന സംഭവം വേറെ എന്തുവാ, വേറെ നല്ല ആർക്കറിയാം എന്തുവാന്ന്. പക്ഷെ അതിനെ യൂട്ടിലൈസ് ചെയ്ത് കളയും. മനസ്സിലായോ? ഈ തിരുവല്ലയിലെ ഒരു സന്ദീപ് എന്ന് പറഞ്ഞിടത്തിനാണ് മരിച്ചേക്കുന്നത്. അവൻ്റെ കൊന്നത് വേറെന്തോ കാരണമായിട്ടൊക്കെയാ. എന്തുവാന്ന് എനിക്കറിയത്തില്ല. നാട്ടുകാർ പലതും പറയുന്നുണ്ട്. ആ ഇത്രയും DYFI-ക്കാരുള്ളൊരു ഏരിയയിൽ ഇവനെ മാത്രം ഒരു ദിവസം ഒറ്റയ്ക്ക് കിട്ടുന്നു. എന്തോ വൈരാഗ്യം, അമ്മയ്ക്ക് ജോലി കിട്ടിയില്ലെന്നോ അങ്ങനെ അങ്ങോട്ടൊക്കെ പറഞ്ഞുകൊണ്ട് ഏതാണ്ട് കേസുകൾ പറയുന്നുണ്ട്. ആരാണ്ട് ഇതുപോലത്തെ നിയമനത്തിലൊക്കെ ഏതാണ്ടൊക്കെ നടത്തി ഇങ്ങനെയുള്ള പരിപാടി പറഞ്ഞിട്ട് കൊലപാതകം നടക്കും. പിന്നെ കാണുന്ന സീൻ എന്ന് പറഞ്ഞാൽ ട്രെൻഡാക്കുക. ഉടൻ തന്നെ ഇത് രക്തസാക്ഷിയാവും.
അയാൾ അവിടുത്തെ മറ്റേതാക്കി മാറ്റും, കഥ അങ്ങ് ഇറങ്ങും. പിന്നെ അവിടെ എല്ലാം പോസ്റ്റർ എന്ന് പറഞ്ഞാൽ പോസ്റ്റർ അതേപോലെ തന്നെയാണ് വട്ടവടൽ പരിപാടി. ഇപ്പൊ എവിടെയെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അതിപ്പോ എങ്ങനെ ഇതുപോലത്തെ ഒരു കൊലപാതകമാണെങ്കിൽ അത് ശരിക്കും യൂട്ടിലൈസ് ചെയ്യും. അത് ഇവര് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ മാത്രമല്ല, അത് കോൺഗ്രസ് അങ്ങനെ യൂട്ടിലൈസ് ചെയ്യുക ചെയ്യുന്നത്. അത് തന്നെ. അതുപോലെ മറ്റേ ടീമിനകത്ത് മരിക്കുമ്പോൾ കണ്ടിട്ടില്ലേ, PT തോമസ് മരിക്കുമ്പോൾ ഉമ തോമസിനെ കൊണ്ട് നിർത്തിയിട്ട് എടുക്കുന്ന അതേ സംഭവം എവിടെയെങ്കിലും മരിച്ചു പോയാൽ ഇതിന് ഏത് മരണമോ ഇവര് യൂട്ടിലൈസ് ചെയ്യും. ആ ഗ്യാപ്പാണ് അവിടെ അതങ്ങ് കൊഴുപ്പിക്കും. മനസ്സിലായോ? അപ്പൊ ഇവിടുത്തെ ഈ മഹാരാജാസ് കേസ് നോക്കിക്കഴിഞ്ഞാല് അങ്ങനെ നടക്കാൻ പാടില്ലാത്തതാണ്, ശരിയാണ്. പക്ഷെ അതിനെ യൂട്ടിലൈസ് ചെയ്യുകയും അതിനെ അതിലും വലിയ വൈരാഗ്യമാക്കി മാറ്റുകയും ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല. വെറുപ്പിന്റെ രാഷ്ട്രീയമൊക്കെ അവസാനിപ്പിക്കേണ്ട സമയം കഴിഞ്ഞു. കാലഘട്ടത്തൊക്കെ ഔട്ട്ഡേറ്റഡ് ആയി. വല്ലയിടത്തും കുറച്ചുകൂടി പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സാമൂഹിക സാഹചര്യമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഈ മറ്റേ കമ്മ്യൂണിസ്റ്റുകാർ വിശ്വാസികളായിട്ടുള്ള നാടത് മനസ്സിലാവുണ്ടോ? ആണെന്ന് എല്ലാം നിസ്കരിക്കുന്നവന്മാരും ശബരിമല പോകുന്നവരും അൽത്താര ബോയ്സ് ഒക്കെ കമ്മ്യൂണിസ്റ്റുകാരാണ്. എനിക്കറിയാം. പള്ളി അല്ല പണിയണം പള്ളി കൂടമായി, കേട്ടോ? അത് പണ്ട് അതൊക്കെ അങ്ങനൊക്കെ പാട്ടൊക്കെ ഉള്ളതാണ്. അതൊക്കെ ഉള്ളതാണെങ്കിൽ ആ ഒരു അത് പോയി, അതിന് നടക്കത്തില്ല. എടാ ഇവിടുത്തെ ഈ നേതാക്കന്മാർ എവിടെയാ പോകുന്നേ? എല്ലാ അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനെ നിൽക്കുക, കുറെ എണ്ണം നിസ്കരിക്കുക കുത്തിപ്പിടിച്ച്. ഇതെന്താണെന്നറിയാമോ, നമ്മൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നതുകൊണ്ടാണ്. നമ്മൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇപ്പോഴും എവിടെയോ ഒരു പ്രതീക്ഷ. അതെന്താന്നറിയാം തനിക്ക് അങ്ങനെ തോന്നുന്നു? അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനകത്ത് ഒറ്റ കാരണമേ ഉള്ളൂ, വേറെ പാർട്ടികളോട് ശ്രദ്ധിക്കാത്ത ആൾക്കാരുണ്ട്. അതായത് ഇതിനകത്തോട് ശ്രദ്ധിക്കുന്നവർക്കൊരു പ്രത്യേകതയുണ്ട്, അവർക്ക് വേറൊരു തോട്ടുണ്ട്. ഇവർ ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നവർ കൂടുതൽ പേരും അധികം ചിന്തിക്കാനും സംസാരിക്കാനും ഇല്ല. കോൺഗ്രസ് ബെസ്റ്റ്. ചുമ്മാ അങ്ങ് പോയി എന്തൊക്കെയോ അത്രേ ഉള്ളൂ. പണ്ടൊക്കെ ഉള്ളൊരു പരിപാടി, നല്ല പൈസ ഇറങ്ങുന്ന സ്ഥലത്ത് പോയി ആഘോഷിക്കാൻ തിരിച്ചു. പക്ഷെ മറ്റിടത്ത് വരുന്നവർ അങ്ങനല്ല, അവർ റിബൽ മെന്റാലിറ്റി ഉണ്ടാവും. ഒന്നാമത് മറ്റിടത്ത് പോകുന്നതേ ഈ പറയുന്ന ഈ CPM പോലത്തെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്കായിട്ട് ഇടപെട്ട് ഇപ്പോൾ അനുഭാവികളായിട്ടുള്ള മനുഷ്യരെന്നൊക്കെ പറഞ്ഞ് ഇവരങ്ങനെ ഇവരുടെ ഒരു ലാഭേച്ഛ ഒന്നും വെച്ചിട്ടൊന്നും അവിടെയാണ് അവിടെ വേറെ സാധനമുണ്ട്. അവിടെ നിന്ന് എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടുമോ നോക്കിയിട്ടൊന്നുമല്ല. നമ്മളെന്തോ ചെയ്തുണ്ടാക്കണം. നമ്മൾ ഈ നാടിന് വേണ്ടി അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിന്റെ പ്രസ്ഥാനം എന്ന് പറയുന്നത് എഴുത്ത് പുസ്തകമൊക്കെ എഴുത്ത് വായനയൊക്കെ ഇച്ചിരി കൂടുതലൊക്കെ ആയിരിക്കും ആൾക്കാർക്ക്. പിന്നെ രസമുള്ള കാര്യം കലാകാരന്മാരുണ്ടാവും, കലാകാരന്മാർ ഒരുപാടുണ്ട്, എഴുത്തുകാര്, നാടകം, സിനിമ. സമയം കഴിഞ്ഞപ്പോ ഫുള്ള് സിനിമകൾ കേട്ടത് സിനിമകളായിരുന്നു. അപ്പൊ ഇപ്പൊ BJP സിനിമകളൊക്കെ വന്നു തുടങ്ങി കേട്ടോ. സംഘപരിവാർ സിനിമകളൊക്കെ സൈഡ് വഴി വരുന്നുണ്ട്. എന്തിലാവട്ടെ. അപ്പൊ ഈ മനുഷ്യരിങ്ങനെ സമൂഹത്തിൽ ഇടപെടുകയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവർ ഇതിനകത്ത് ഈ പാർട്ടിയുടെ ഒക്കെ ഭാഗമായിട്ടുള്ളത്. സമൂഹത്തിലെ ഓരോ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ജീവിക്കുന്നു എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഇതൊരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഇത്രയും ഇങ്ങനെ അത്തപ്പതിച്ച് പോകുന്ന പോലെയൊക്കെ കാണുമ്പോഴേക്കും സത്യം പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു തന്ന വിഷയത്തിനകത്ത് ഈ രക്തസാക്ഷി എന്ന് പറയുന്ന സംഭവം രാഷ്ട്രീയ കൊലപാതകത്തിൽ ലാഭം ഉണ്ടാകുന്നു. അതാണ് ഈ രാഷ്ട്രീയക്കാർ മരിക്കുമ്പോൾ ഈ രക്തസാക്ഷികൾ, അവിടെ രക്തസാക്ഷി, ഇവിടെ രക്തസാക്ഷി, വിദ്യാർത്ഥി മരിച്ചപ്പോൾ അത് രക്തസാക്ഷി, ഇതിനെല്ലാം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുക നല്ല പോലെ വോട്ടായിട്ട് മാറുന്ന ഒരു സംഭവമായിരുന്നു രാഷ്ട്രീയ കൊലപാതകം. അതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെയോ ഒരിടത്ത് ഒരു കൂട്ടർ അത് പറഞ്ഞ് സ്കോർ ചെയ്യും, അല്ലെങ്കിൽ ഒരാൾക്കത് ഒരു ഏരിയക്ക് ഇഷ്ടപ്പെട്ടു, മറ്റേ ഏരിയയിൽ അതിൻ്റെ സങ്കടം വെച്ചിട്ട് അടിച്ചു കയറും. മനസ്സിലായോ? അതിപ്പോൾ ഒരാൾക്ക് കയറി മിക്കവാറും ഉള്ള രാഷ്ട്രീയ കൊലപാതകം നടന്നു കഴിഞ്ഞാൽ ഈ വട്ടോടെ നടന്ന പോലെ നടക്കും. എത്ര വർക്ക് ചെയ്തിട്ടും കാര്യമില്ല. പിന്നെ കാരണം അവിടെ അവര് അത് തന്നെ അവര് നോക്കുമ്പോ അവിടെ BJPക്ക് അടി കൊടുത്തു. അല്ലല്ല, ഇവിടെ മറ്റേ CPM ആണല്ലോ ഈ പയ്യൻ. അവിടെ BJPക്കിട്ടാണല്ലോ കൊടുത്തത്. അവിടെ BJPക്കിട്ട് കൊടുത്തൊന്നും അവരറിഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല. ഇല്ലല്ല, അവർക്കും താല്പര്യം. അല്ലല്ല, ഇവിടെ അടിച്ചാലും അവിടെ രണ്ടും ഒരേ എഫക്റ്റ്. ഇവർക്ക് രണ്ട് ക്രെഡിറ്റ് അല്ല ശരിക്കും പറഞ്ഞാൽ, രണ്ടുപേരും ശത്രുക്കളാ പറഞ്ഞത്. അവിടെ അവിടുത്തെ ഒരു പയ്യൻ അവിടെ ഒരു ഈ കയറി വരുവാണ്, ഇവന്മാര് കയറി എന്തെങ്കിലും കാണിക്കട്ടെ. SDP സംബന്ധിച്ചിടത്തോളം സൂപ്പർ പരിപാടിയായിരുന്നു. SDP അല്ലത് പിന്നെ ആരത് അവര് മറ്റേ ഇതാണ് വർഗീയ സാധനമുള്ള ടീമുകളാണ്, അതുമായിട്ട് ബന്ധപ്പെട്ടവരാ. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് കിട്ടിയ ഒരു സ്പേസ് ആലോചിച്ച് നോക്കും, അതായത് ഒരു ബെനിഫിറ്റ് ആലോചിച്ച് നോക്കും. ഒരേ സമയം ഒരു പടിക്ക് രണ്ട് പക്ഷിയാണ്. ഒരു CPM കൊല്ലാനും പറ്റി, അപ്പുറത്ത് BJPക്കാരെ ഓടിക്കാനും പറ്റി. അതെങ്ങനെയുണ്ട്?
അതാ ഞാൻ പറഞ്ഞത്. ഒരു കൊലപാതകം നടന്നാല് അത് വെച്ചിട്ട് പാർട്ടിക്കാർ നല്ലപോലെ യൂസ് ചെയ്യും. അത് നേതാക്കന്മാർക്ക് വളമാകും. അല്ലാതെ ഇവിടെ ഈ മരിച്ചവനോ കൊന്നവനോ ഒരു ഗുണവും യാതൊരു ഗുണവും കൊന്നവന് ജയിലും കിടക്കാം. കൊന്ന ഒരാൾക്ക് ഒരു മനുഷ്യൻ ഒരു കൊലപാതകം നടത്തി കഴിഞ്ഞാൽ തനിക്ക് ജീവിതകാലം മുഴുവൻ പ്രശ്നമാവുള്ളൂ. എന്തൊരു അവസ്ഥ അത്, ഒരാളെയൊക്കെ കൊല്ലുക എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വിഷയമാ. പിന്നെന്താ ജീവിതം? എനിക്കറിയത്തില്ല. പിന്നെ ഇങ്ങനെ ഞാൻ കൊന്ന ആളാണ്, ഞാൻ വലിയ ഞാൻ കൊലപാതകയാണ്. ഇവിടെ 4-5 കൊലക്കേസിലെ പ്രതികളൊക്കെ എനിക്കറിയാം. പഴയ പുള്ളികളുണ്ടായിരുന്നു. ഇതിനകത്ത് വരും, ഇങ്ങനെ പരിചയപ്പെടുകയൊക്കെ ചെയ്യും. അപ്പോൾ അയാളൊരു 5 കൊലക്കേസിൽ പ്രതി. കണ്ടാലൊരു പാവം മനുഷ്യൻ. എന്തിനാണ് ആ പുള്ളി ഇച്ചിരി പാർട്ടിക്ക് വേണ്ടി കൊല്ലുക, അങ്ങനെയുള്ള പരിപാടികളുണ്ട്. പിന്നെ ഇവിടെ ആക്സിഡൻസ് ഉണ്ടാക്കുക. ഇവിടെ ഇപ്പൊ ലേറ്റസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ആക്സിഡൻസിലാ. അതെന്ന് പറഞ്ഞാൽ അറിയത്തില്ല അത് എന്തോ നടന്നെന്നോ ഈ പറഞ്ഞ ആർക്കും അറിയത്തില്ല. ഒരു ടീം ടാർഗറ്റ് ചെയ്ത് വെച്ചിട്ട് ലോറി വന്നിടിച്ചെന്നോ ബസ് വന്നിടിച്ചെന്നോ ഒക്കെ പറഞ്ഞ് ഇടയ്ക്കൊക്കെ ഓരോ സൈഡിലൊക്കെ ചെറിയ ചെറിയ ആക്സിഡന്റ് നടക്കും. ചിലർ തളർന്നു പോവും, ചിലർ മരിച്ചു പോവും. പക്ഷെ അത് നടത്തിക്കൊണ്ടിരിക്കുന്നതിനകത്ത് ദുരൂഹതകൾ ഇഷ്ടം പോലെ ഉണ്ട്. പല ആക്സിഡൻസിന്റെ പുറകിലും ദുരൂഹതകളുണ്ട്. നമ്മൾ അറിയുന്നില്ല ശരിക്കും ഇവിടെ എത്ര പേര് വണ്ടി ഇടിച്ചിട്ടുണ്ടെന്ന്. ഇവിടെയൊക്കെ അതൊക്കെ അറിയാതെ പോവുകയും ചെയ്യും. അത് മീഡിയ ചെല്ലത്തില്ല, അത് ഇങ്ങനത്തെ വലിയ സംസാരമാകത്തില്ല. അതെങ്ങനെയാണ് അവർ നടത്തുന്നത്? ഇപ്പോൾ എനിക്കറിയാവുന്ന 2 പേർക്ക് ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട്. അത് 2 പേരും പാർട്ടിയിലുള്ളവരായിരുന്നു. പക്ഷേ ഈ ആക്സിഡന്റിൽ സംശയം തോന്നി എന്നല്ലാതെ ഒരു സൂചനയില്ല. എനിക്കറിയാവുന്ന ഒരു പാർട്ടിക്കാരന് ഇതുപോലെ ആക്സിഡന്റ് ആയിട്ടുണ്ട്. ഉണ്ടല്ലേ? ഭയങ്കര ടെററായിരുന്നു. ഇവിടെ പലർക്കും അറിയാവുന്ന ആളാണ്, ഞാൻ പേരൊന്നും പറയണ്ട. ഭയങ്കര ടെററായിരുന്നു പുള്ളി. പാർട്ടിക്ക് വേണ്ടി നടന്ന് പണിയെടുക്കുന്ന ആളായിരുന്നു. ഒരു 6 അടി പൊക്കം, ഒരു 110 കിലോ തൂക്കമൊക്കെ ഉള്ള ഒരു മനുഷ്യൻ. ഇയാള് അങ്ങനെ വിറപ്പിച്ച് നടക്കുന്ന സമയത്ത് ഇയാൾക്ക് ഒരു ആക്സിഡന്റ് പറ്റി. എവിടെ നിന്ന് വന്ന വണ്ടിയാണെന്നോ അവർക്കൊന്നും ഒരു ബന്ധവുമില്ല മറ്റു പരിപാടികളുമായിട്ടൊന്നും. അത് വളരെ നാച്ചുറലായിട്ട് തോന്നും. അത് കഴിഞ്ഞ് ഈ ആക്സിഡന്റിന് ശേഷം ഇയാളുടെ കിളി പോയിടോ. എനിക്ക് മനസ്സിലായി, കിളിയും കൂടി പോയി. എനിക്ക് മനസ്സിലായി. കിളി പോയിട്ട് പിന്നെ ഇയാളിങ്ങനെ നടക്കുകയാണ്. പിന്നെ അതൊരു വല്ലാത്ത കാഴ്ചയായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ സംഭവം ഉണ്ടായിരുന്നറിയോ? അങ്ങനെയല്ലോ, ഇതിനകത്ത് ഇപ്പൊ പാർട്ടി കൊണ്ടുപോകുന്ന പരിപാടി പണ്ടുണ്ടാകല്ലോ, അതിന്റെ എണ്ണം കുറഞ്ഞു വന്നിട്ട് കൊട്ടേഷൻകാർ വന്നില്ലേ. അപ്പൊ അവര് പിന്നെ എങ്ങനെയാന്ന് വെച്ചാൽ അവർക്ക് പിന്നെ പാർട്ടി വിഷയമില്ല, ക്രൈം ഔട്ട്സോഴ്സ് ചെയ്യണം. അതിനകത്ത് പൈസ കൊടുത്താൽ മതി. അല്ലാതെ ഇവർക്ക് പാർട്ടി ഒന്നും വിഷയമല്ല. ഏതോ ഒരു ആരോ എവിടെ നോക്കിയോ വരുവാ, ആരാണല്ലോ ഇവിടെ നിന്ന് വന്നു, അവിടെ പോയി, അവിടെ ചെന്ന ഒരാളെ എങ്ങനെയോ തീർത്തു. ചിലപ്പോൾ ഇത് യാതൊരു ബന്ധമില്ലാത്ത ഒരാൾ വന്ന് ഈ പറഞ്ഞ വണ്ടി ഇടിപ്പിക്കാനൊക്കെ പറ്റും. ഇങ്ങനത്തെ പരിപാടി നടക്കുന്നൊരു നാടാ, ഇതൊരു പന്ന നാടാ. ഇവിടുത്തെ രാഷ്ട്രീയം പന്ന രാഷ്ട്രീയമാണ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഡാർക്ക് വെബ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് പണിയൊക്കെ നടത്താനൊക്കെ പറ്റൂടെ? അതുണ്ടല്ലോ ഇവിടെ. ഇവർക്ക് പിന്നെ അതിനുള്ള ബോധം ഇല്ലാത്തതുകൊണ്ട് ഇവര് മറ്റേ ഇന്റർനെറ്റ് ഒന്നും ഉപയോഗിക്കില്ലല്ലോ. ഇവര് മറ്റേ ഫേസ്ബുക്കിനകത്ത് മറ്റേ സാധനമൊക്കെ ഉള്ളൂ. ഈ ഇന്റർനെറ്റ് അല്ല, ഇന്റർനെറ്റ് വന്ന സമയത്തെ, ഇന്റർനെറ്റ് ഇവിടെ വന്ന സമയത്തും കമ്പ്യൂട്ടർ ഇവിടെ വന്ന സമയത്തൊക്കെ എന്ന് പറഞ്ഞവര് ഇപ്പൊ ഫേസ്ബുക്ക് പ്രൊഫൈലും പേജും വെബ്സൈറ്റും VSHR വരെ പേജ് ഉണ്ട്. മനസ്സിലായോ? അതൊക്കെ പിന്നെ അങ്ങനെ വരത്തുള്ളൂ. പാർട്ടി പേജുകളൊക്കെ ഉണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലത്തെ അവസ്ഥ ഈ നാട്ടിലെ പ്രശ്നം എന്ന് പറയുന്നത് ഇവർക്ക്, ഞാൻ പറഞ്ഞില്ല, ഇവര് രാഷ്ട്രീയം അല്ല ഉദ്ദേശിക്കുന്നത്. വൈരാഗ്യത്തിന്റെ ആവശ്യമില്ലെന്ന്, വൈരാഗ്യത്തിന്റെ ആവശ്യമില്ല. എന്തിനാണത് ഇത്ര? എന്നാലാണ് ഇവിടെ രാഷ്ട്രീയം നടക്കുള്ളൂ എന്നങ്ങോട്ട് അവര് മനസ്സിലാക്കി വെച്ചേക്കണത്. ഇതിങ്ങനെ ഇവരുടെ വിചാരം രാഷ്ട്രീയ പ്രവർത്തനം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുക എന്നുള്ളത്. ഈ ഡിവൈഡ് ആൻഡ് റൂൾ എന്നൊക്കെ പറഞ്ഞ സാധനം, ഈ സാധനം ഇപ്പോഴും അങ്ങനെ തന്നെ നടപ്പാക്കി കൊണ്ടുപോകുന്ന ആൾക്കാരെ അവര്. അത് അങ്ങനെ നിർത്തിയാലാണ് ആൾക്കാരെ തമ്മിൽ തല്ലിച്ച് നിർത്തി, ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ആളുകളെ ഇങ്ങനെ ഭിന്നിപ്പിച്ച് നിർത്തി അവർ കൊണ്ടുപോകുള്ളൂ. ഇവരൊക്കെ തമ്മിൽ അങ്ങനെ പ്രശ്നങ്ങളുമില്ല. ആര് ഈ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഒന്നും തമ്മിൽ അങ്ങനെ യാതൊരു പ്രശ്നങ്ങളുമില്ല. ഇവരൊക്കെ തമ്മിൽ ചിരിക്കുകയും കളി പറയുകയും തമാശ പറയുകയും ബിസിനസ് പീപ്പിൾ ആണ്. അത് എക്സാക്ട് അതാണ്. അവര് തമ്മിൽ പ്രശ്നമില്ല. അവര് തമ്മിൽ അങ്ങനെ പ്രശ്നം വരും. അവർ കച്ചവടക്കാരല്ലേ, അവര് പിണങ്ങേണ്ട കാര്യമില്ലല്ലോ. അവർക്ക് വേണ്ടത് ഇതുപോലത്തെ അടിപിടി വെട്ടുകുത്ത് എവിടെ നടക്കണം, അതിനകത്ത് ഒരുത്തൻ ചാവണം, ഏതെങ്കിലും ഒരുത്തൻ ചത്താൽ മതി. അവിടെ മറ്റേ അന്ന് ഇത് നമ്മുടെ പാർട്ടിക്കാരനാക്കണമെന്ന് പറഞ്ഞ് പഴയ സിനിമയിലും കണ്ട് ശ്രീനിവാസനും ജയറാമുള്ള വിഷയം കാണിക്കുന്ന അത് കോമഡിയാ. ഡെഡ് ബോഡി മരിച്ചാളുടേതാണ് എന്ന് പറയുന്നത് അതിനകത്ത്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഈ മനുഷ്യര് തമ്മിലുള്ള പ്രശ്നങ്ങളെ ഉപയോഗിച്ചുകൊണ്ടേ ഇവരിപ്പോ ഈ LDF ഇപ്പൊ കേരളത്തിലെ കാര്യം എടുക്കാം. ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുമോ അല്ലെങ്കിൽ ഭരണപക്ഷത്തിരിക്കുമോ എന്നുള്ളത് ഈ ലാഭത്തിന്റെ പേഴ്സൻറ്റേജിൽ വ്യത്യാസം കൊണ്ടുവരുമെന്നുള്ളൂ. ലാഭം എപ്പോഴും ഉണ്ടാവും.
അവർക്കൊരു ഷെയർ കിട്ടാൻ നടക്കത്തില്ല. കൊടുക്കാതെ അങ്ങോട്ട് കൊടുക്കാതെ ഒരു പരിപാടി നടക്കില്ല. അങ്ങനെ പരിപാടി അല്ലാതെ നടത്താൻ നോക്കിയതുകൊണ്ട് മാണിക്കെതിരെ ഭയങ്കരമായിട്ടുള്ള പരിപാടികൾ ഇവിടെ നടന്നത്. മാണി മറ്റേ ഇതൊക്കെ നടന്നപ്പോൾ ഇവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടായത് ഓർമ്മയുണ്ടോ? മദ്യ നയം കൊണ്ടുവന്ന സമയത്തൊക്കെ പുള്ളിക്കെതിരെയൊക്കെ ഇവിടെ പരിപാടി നടന്നതിന്റെ പിന്നിൽ ഈ പറഞ്ഞ പോലെ കൊടുക്കണമെന്നേ, കൊടുത്ത് ഡീൽ ചെയ്ത് പോകുമ്പോൾ ഈ പ്രശ്നമൊന്നുമില്ല. അയാളെ ഒറ്റയ്ക്ക് വിഴുങ്ങാൻ നോക്കിയാണ്. ഈ ഒറ്റയ്ക്ക് ഉള്ള പരിപാടി നോക്കുമ്പോഴേ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവണത്. അല്ലെങ്കിൽ ഇവിടെ ഒരു ഷെയർ കിട്ടുന്നുണ്ട്, ഇവർക്കൊക്കെ കൃത്യമായിട്ട് ഷെയർ കിട്ടുന്നുണ്ട്, ഇവരതൊക്കെ മേടിക്കുന്നുണ്ട്, എല്ലാവരും തമ്മിൽ കൊടുത്തും മേടിച്ചാ പോണത്. അല്ലാണ്ട് ഇവരൊക്കെ ജീവിക്കണം, ഇവർക്കൊക്കെ എന്തോ ഈ നേതാക്കന്മാർ ആരാ റിച്ച് അല്ലാത്ത ഇവര് എന്ത് പണിയെടുത്തിട്ടാണ് ഇത്രയും പൈസ ഉണ്ടാക്കിയത്? നല്ല പൊളിറ്റിക്സിൽ ഇറങ്ങിയാൽ മതി. ഇവിടുത്തെ സാഹചര്യം വെച്ചിട്ട് വല്ല രാഷ്ട്രീയമൊക്കെ കളിച്ചാൽ മതി. ഈ വെടലകള് മണ്ടന്മാരെ ചെറിയ നേതാക്കന്മാരുടെ ഇവര് നല്ല പൈസ ഉണ്ട് ഇവർക്ക്. ഈ നാട്ടുകാർക്ക് ഇവർക്ക് എന്തത് മനസ്സിലാവാത്ത ഇത്രയൊക്കെ ആയിട്ടും ഇവര് പിന്നെ തല്ലാനും കൊല്ലാനും നടക്കും. വാക്കത്തി എടുത്തോണ്ട് ഇറങ്ങിയേക്കാണ്. പിന്നെ ഇല്ല ഇപ്പൊ ഇല്ല, ഇത് ലാസ്റ്റ് റൗണ്ട് കഴിയുക തീർന്നിട്ട് ഇപ്പൊ ഉള്ളത് ഈ വിധി വന്നു. ഇപ്പൊ ഇന്നടത്തെ കൊലപാതകത്തിന്റെ വിധി വന്നു, അവർക്ക് 2 ജീവപര്യന്തം കിട്ടി. ഇങ്ങനെയുള്ള ടോപ്പിക്കൊക്കെയാ, അത് കഴിഞ്ഞു. ഇനിയുള്ള കൊലപാതകങ്ങൾ, ഇപ്പോഴത്തെ ഏറ്റവും വലിയ കൊലപാതകം എന്ന് പറഞ്ഞത് ആ മക്കള് അപ്പനെ അമ്മേനെ തലയടിച്ച് പൊട്ടിച്ചു കൊന്നു, കാമുകനെ കൊന്നു, ഭർത്താവ് ഭാര്യയെ കൊന്നു, ഭാര്യയുടെ അനിയത്തിയെ കൊന്നു. ഈ വക പരിപാടി കൂടിയിട്ടുണ്ട് പഴയതിനേക്കാളും. അപ്പൊ ഇപ്പോഴത്തെ കൊലപാതക ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയ കൊലപാതകമൊന്നും അല്ല, അവർക്ക് അതുകൊണ്ട് വലിയ മെച്ചമില്ല. ഇപ്പൊ നടക്കുന്ന കൊലപാതകങ്ങൾ എന്ന് പറയുന്നത് മുഴുവനും ഈ ഇങ്ങനത്തെ ഇഷ്യൂസാണ്. ഡ്രഗ് റിലേറ്റഡ് ഉണ്ട്, ഡ്രഗിന് നല്ല റോളുണ്ട്. ഡ്രഗ്സ് ഈ പറഞ്ഞ പോലെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ചെറുക്കൻ ഡ്രഗ് അഡിക്റ്റാ. അവന്റെ അപ്പനെ വല്യപ്പനെ തലക്കടിച്ച് കൊന്നിട്ട് അമ്മയെ ഫോണിൽ വിളിച്ചു വരുത്തിയിട്ട് അമ്മയെ തലക്കടിച്ച് കൊന്നിട്ട് ചാഞ്ഞിട്ട് ഉളി വെച്ച് കുത്തി, അത് കഴിഞ്ഞ് തലയണ വെച്ച് ശ്വാസം മുട്ടിച്ച് കൊന്നു. എന്നിട്ട് അവൻ ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കി പാട്ടും കേട്ടിരുന്നെന്ന്. ഇവൻ വേറെ ലെവലാ. ഈ കഴിഞ്ഞ 1 മാസം 2 മാസം മുമ്പ് എങ്ങാണ്ട് എന്തോ അമ്മയായിട്ട് പൈസ ചോദിച്ചിട്ട് കൊടുക്കാത്തതിന് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ പോലീസ് സ്റ്റേഷനിൽ അമ്മ പരാതിപ്പെടുത്തു. അമ്മ പരാതിപ്പെട്ടപ്പോൾ പോലീസുകാർ ഇവരെ വിളിപ്പിച്ചിട്ട് ഉപദേശിച്ച് വിട്ട്. അങ്ങനെയാണ് പോലീസുകാർ പറയുന്നത്, മീഡിയക്കകത്ത് പറഞ്ഞ സാധനമാണ്. ഉപദേശിച്ച് വിട്ട് കഴിഞ്ഞപ്പോൾ ഇവൻ ഈ ദേഷ്യം വെച്ചുകൊണ്ട് ഇരുന്നിട്ടാണ് ഈ കൊലപാതകം നടത്തുന്നത്. ഇവൻ അടിച്ചു പോയവനാ, ഇവൻ എല്ലാ ഡ്രഗ്സും അടിക്കുന്നുണ്ട്. എത്ര വയസ്സുണ്ടെന്ന് എനിക്കറിയത്തില്ല, 10, 21, 22 വയസ്സും കണ്ടുകൾ കണ്ടിട്ട്. ഇതേ സമയത്ത് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഉണ്ടായ വാർത്തയാണ്, ഒരു MLA മോൻ കഞ്ചാവ് അടിച്ചുകൊണ്ട് പിടിച്ചെന്നോ അടിച്ച സ്ഥലത്തുണ്ടാകുന്ന പറഞ്ഞ 9ാം പ്രതിയായ ആളെ ഇത്രയും നാറ്റിച്ചത് ഇതേ പോലീസുകാരാ. മനസ്സിലായത് എനിക്ക്. എന്നാ ആ കൊച്ചിനെ ഇതുപോലെ ഉപദേശിച്ചങ്ങ് വിട്ടാൽ എന്താ അവിടെ എന്താ അത് ചെയ്യാത്ത? അപ്പൊ എന്താ പറ്റിയെന്നറിയാം, ഇവർക്ക് തെറ്റ് പറ്റിയത്. ഇവന്മാര് പറയുന്നുണ്ട് അവിടെ ഇരുന്നുകൊണ്ട് ഉപദേശിച്ച് വിട്ടുന്നത്. അവൻ വലിയൊരു ക്രിമിനലാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. മനസ്സിലായി, അവൻ ക്രൈം ചെയ്യാൻ സാധ്യതയുള്ളവനാണ്, മനസ്സിലാകുന്നില്ല. പോട്ടെ, ഇവൻ ഇത്രയെണ്ണം അടിക്കുന്നവനാണെന്നും അപ്പോഴറിയത്തില്ല, എന്ന് കൊന്നു കഴിഞ്ഞാൽ അറിയും. പക്ഷെ ഈ പറഞ്ഞ MLA മോൻ ചിലപ്പോ ഇങ്ങനെ ഒന്നും ഉള്ളവനായിരിക്കും. വന്നായ മതി, എല്ലാം അടിക്കുന്ന റൗണ്ടിൽ ഇരുന്ന് ഇനി അടിച്ചെന്ന് തന്നെ വിചാരിച്ചോട്ടെ. ഇപ്പൊ കഞ്ചാവ് അടിച്ചു, അവനെ ചെക്ക് ചെയ്യണം. മനസ്സിലായത് എനിക്ക്. ഈ കഞ്ചാവ് അടിക്കാരെന്നെ നമുക്കറിയാം, എനിക്കറിയാം അടിച്ച പ്രശ്നമുള്ളവരുണ്ട്, ഇവൻ എന്തൊക്കെ അടിച്ചിട്ടുണ്ട്, ഇവനെന്തൊക്കെ. പിന്നെ അവനെ വാച്ച് ചെയ്യണം, മോണിറ്റർ ചെയ്യണം. അല്ലാതെ ഉടനടി MLA മോനായതുകൊണ്ട് എന്തോ വൈരാഗ്യം വെച്ചിട്ടാണ് ഈ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലുള്ള ആരാണോ ഇത് വാർത്തയാക്കാൻ ഉദ്ദേശിച്ചത് അയാളാണോ സ്ഥലം മാറ്റിയേക്കുന്നത് എനിക്കറിയത്തില്ല. എക്സൈസ് കമ്മീഷണർ അല്ലല്ല, എങ്ങനെയാണേലും ഈ വാർത്ത ആരാണ് ഇങ്ങനെ ആക്കുന്നത്. അപ്പൊ തന്നെ അടുത്ത ആഴ്ച സംഭവം നടന്നു കഴിഞ്ഞു. മനസ്സിലായത് എനിക്ക്. ഇതിനകത്ത് പ്രശ്നം ഇടാതെ ഇവര് കാണിക്കുന്ന പരിപാടികളൊക്കെ അപ്പൊ പൊട്ടുക. കാരണം അതേ ഗവൺമെന്റ് സിസ്റ്റമായ പോലീസിങ്ങിലൂടെ ആണ് മറ്റവനും പോയേക്കുന്നത്. അവനെ ഇവര് കണ്ടിട്ടുണ്ട്, ഇവനെ ഇവര് കണ്ടിട്ടുണ്ട്. പക്ഷെ നേരത്തെ ഇതുപോലെ കണ്ടവനെ അവര് പറഞ്ഞതിനാന്നറിയാം എക്സ്ക്യൂസ് പറഞ്ഞത്, അമ്മയും മോനും തമ്മിലുള്ള പ്രശ്നം ആയതുകൊണ്ട് ഉപദേശിച്ച് വിട്ടെന്ന്. ഇവന്മാര് മണ്ടന്മാരായതുകൊണ്ട് വന്നിരുന്ന് സംസാരിക്കുന്നത് ഇങ്ങനെ. അവരത് പറയാൻ പാടില്ല. അതായത് ഒരു അമ്മ പോലീസ് സ്റ്റേഷനിൽ വന്ന് പരാതിപ്പെടണമെങ്കിൽ അത് എത്രത്തോളം സിവിയർ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണല്ലോ മനസ്സിലാക്കണ്ടേ. അവിടെ പ്രശ്നം കണ്ടിട്ട് അവര് തിരിഞ്ഞു പോലും നോക്കിയില്ല, അവര് ഉപദേശിച്ച് വിട്ടെന്ന്. അത് ഈ മണ്ടന്മാർ വന്ന് മീഡിയ പറയാം. ഞാൻ മനസ്സിലോട്ട് ഇവിടുത്തെ പോലീസുകാരെന്ന് പറഞ്ഞാൽ ഒരുതരം പ്രത്യേകതരം പൊട്ടന്മാരായി മാറിക്കൊണ്ടിരിക്കുക. അവര് പൊട്ടന്മാരാകുന്ന എവിടെയാണെന്ന് ഞാൻ പറയാം. അവരിത് പറയുന്നിടത്താ പൊട്ടന്മാരാകുന്നത്. എല്ലാം ഞാൻ അറിയത്തില്ല, നീ അറിയത്തില്ല, ഇവിടെ ഉള്ളവർ ആരും അറിയത്തില്ല ഇവരിത് ചെയ്തിട്ടുണ്ടെന്ന്. ഇവരറിയാത്ത പോലെ ഉണ്ടായിരുന്ന മീഡിയ എന്ന് പറയാമോ? ഇക്ക വിളിച്ചിരുന്നു, ലാൽ സാർ വിളിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയെന്ന് പറഞ്ഞില്ലേ ഒരാൾ വന്ന്, വലിയ പണി വരുന്നുണ്ടെന്ന്, മിലിറ്ററി വരാൻ പോവാന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ ഒരാളെ കണ്ടോ? ഇവരെല്ലാം മീഡിയ വരുമ്പോൾ പൊട്ടനായി പോകും.
അവർക്ക് അറിയത്തില്ല ഇതെന്തോ പറയണ്ടേ എന്തോ ചെയ്യാൻ. കാരണം അവരുടെ ഉള്ളിൽ അത്രയും വലിയ പൊട്ടത്തരം ഇരിപ്പുണ്ട്. അവര് ഭയങ്കര എക്സൈറ്റഡ് ആയി കഴിഞ്ഞാൽ ആൾക്കാർ വീട്ടിൽ വിളിച്ചു പറയും. ഇത് എക്സൈറ്റ്മെന്റ് മാത്രമല്ല, അവരിച്ചിരി ഇതായി പോയാൽ, അതായത് പെട്ടെന്നൊരു ഇവരുടെ ഈ മൈക്കുമായിട്ട് വരുമ്പോൾ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണെന്ന് വിചാരിച്ചോ, അവിടെയും പൊട്ടനായി പോകും. കാരണം ഇവർ വിളിച്ചു പറയുന്നിടത്തെല്ലാം കോൺട്രറി ആയിട്ട് കുറെ കാര്യങ്ങളോട് നടന്നിട്ടുണ്ട്. തൊട്ട് മുമ്പത്തെ ആഴ്ച ഞാൻ ഈ പറഞ്ഞ MLA കേസ് വരുന്നത്. ആ MLA എന്ന് പറയുന്ന ആളും മോനും തമ്മിൽ ഭയങ്കര സ്നേഹത്തിലും അവര് നല്ല രീതിയിൽ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ ഇവൻ കള്ളു കുടിക്കുന്ന പോലെ എല്ലാം കഞ്ചാവടിച്ചെന്ന് പറഞ്ഞാൽ അത്ര വലിയ വിഷയാത്രയോട് ഇവിടെ കഞ്ചാവടിക്കുന്നവരെല്ലാം പ്രശ്നക്കാരല്ല. അത് മനസ്സിലാക്കാനോ അതിനെപ്പറ്റി ഒന്ന് പഠിക്കുകയോ ഒന്നും ചെയ്യാതെ ആ കൊച്ചു ചെറുക്കന്റെ ഭാവി നശിപ്പിക്കുന്ന രീതിയിൽ വാർത്ത പ്രചരിപ്പിച്ചിട്ട് അവന്റെ ഫോട്ടോ അടക്കം വെച്ച് കളിച്ചിട്ട് ഇരിക്കുന്നിടത്താണ് തൊട്ടപ്പുറത്തൊരു പയ്യൻ ഇതേ പ്രായത്തില് ഇതേപോലത്തെ ഇതേ ഗ്രൂപ്പിലുള്ള ഒരു ഏജ് ഗ്രൂപ്പിലുള്ള പയ്യൻ ഇത്രയും വിഷയക്കാരനാണെന്ന് കണ്ടിട്ട് ഉപദേശിച്ചു വിട്ടു കഴിഞ്ഞപ്പോൾ ആ തള്ളയും കൊന്നു തന്തയും കൊന്നു കഴിഞ്ഞിട്ട് പിടിക്കാൻ പോയേക്കും എങ്ങാണ്ടൊന്ന് പിടിച്ചോണ്ട് വന്നിട്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ എനിക്കറിയത്തില്ല. ഞാൻ ഈ പയ്യനെ ഇപ്പൊ ഈ MLA മോൻ എന്ന് പറയുന്ന ആ പയ്യനുണ്ടല്ലോ, അവൻ ഈ കാലഘട്ടത്തിലായതുകൊണ്ട് അവന് ഈ ഫ്രണ്ട് സർക്കിളിൽ നിന്നൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. പിള്ളേരെ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു മാനസിക വളർച്ചയൊക്കെ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ ചെറുപ്പത്തിലോ കമന്റ്സ് വരുന്നുണ്ടോ ഈ വെടിവില്ലാത്ത നിങ്ങൾ ഇപ്പോഴും ഉണ്ട്, അത് നോക്കണ്ട. കമന്റ് വരുന്നത് നോക്കണ്ട. ഇത് രണ്ടിനെ ഒരുപോലെ കാണുകയും ചെയ്യും. കമന്റ് അടിച്ചോണ്ടിരിക്കുന്ന ഇവിടുത്തെ പൊതുജനം ഇപ്പൊ എന്താ കാണുന്നറിയോ, ആ കൊന്നവനും ഇവനും ഒരുപോലെ, ആ കൊന്നവനും ഇവനും ഒരുപോലെ ആകുന്നില്ല. അല്ലത് അതെന്താണെന്നറിയാമോ, ഇത് CPM-കാരുടെ മറ്റേ മകനാണല്ലോ ഇവര് പൊതുധാരണ എന്താന്നറിയോ, പൊതുധാരണ നിൽക്കുന്ന എവിടാന്നറിയോ, ഡ്രഗ് അടിച്ച രണ്ടുപേരായിട്ടാ. അതായത് ഇവൻ കൊന്നിട്ടൊന്നുമില്ല, കൊല്ലാൻ സാധ്യത ഉള്ളവനായിട്ടാ പറയുന്നത്. മനസ്സിലായോ? മറ്റവൻ ഇതേപോലെ തന്നെ ഇവർ രണ്ടുപേരും സെയിം ഡ്രഗ്സ് ആണല്ലോ ഉപയോഗിക്കുന്നത് ഇവരുടെ കാഴ്ചപ്പാടില്, കഞ്ചാവിനും മയക്കുമരുന്നും എല്ലാം. അപ്പൊ ഈ പയ്യൻ അതൊക്കെ തന്നെ ആയിരിക്കും. മനസ്സിലായോ? അവനും അമ്മയെ കൊല്ലാനൊക്കെ സാധ്യത ഉണ്ടല്ലേ, വേറൊരു പെങ്കൊച്ചിനെ ആൾക്കാർ വിചാരിച്ചോണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഈ കൊച്ചൻ കുഴപ്പമുള്ളതല്ല. ഒന്ന് ആലോചിക്കുക, അതിന്റെ അതാ എന്തൊരു മോശം കേടാണ് ആ ചെറുക്കന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് അതൊക്കെ അത് മീഡിയക്കാർ ചെയ്ത് ശരിയല്ല. ഊമ്പിത്തരം എന്ന് പറഞ്ഞുണ്ടല്ലോ വിനു എന്നിട്ട് എന്തോ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തേക്കുവാ. നിങ്ങൾ ഈ മാധ്യമങ്ങളോടല്ല പ്രശ്നം ഉണ്ടാക്കേണ്ടത്, അത് റിപ്പോർട്ട് ചെയ്ത പോലീസ്, നിങ്ങൾ ഭരിക്കുന്ന ഈ എക്സൈസ് വകുപ്പിന്റെ മന്ത്രി രാജേഷാണ്, അയാൾ വേണം ഇതിന് ഉത്തരം പറയാന്നൊക്കെ പറയുന്നത്. അയാൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ എക്സൈസുകാർ അതിനെ പിടിച്ചിട്ടുണ്ട്, അവർ അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക. അത് മീഡിയ കൊണ്ടുവന്നിട്ട് ഒരുത്തിന്റെ ജീവൻ തകർക്കുമല്ല വേണ്ടത്. അതും ചെറുപ്പക്കാരൻ. പ്രശ്നം ഇവൻ ഇപ്പൊ ബിനു വിജോന്റെ കാര്യമല്ലോ പറഞ്ഞു ഏഷ്യാനെറ്റിലെ. ബിനുവിന്റെ കാര്യം ഒന്നും പറയണ്ട, അത് പോട്ടെ. എന്തെങ്കിലും പെഷഡ് എന്നൊക്കെ പറയില്ല, താൻ പറയാ തന്റെ ഒരു പേട അത് പെഷഡ്. വെറും എന്താ പറയണ്ടേ, ഒരു ബോധം ഇല്ലാതെ യാതൊരു ബോധമില്ല, വെളിവില്ല. അവന്റെ ക്വാളിറ്റി ആയിട്ട് ഞാൻ അവനെ ഏഷ്യാനെറ്റിലൊക്കെ എടുത്തതിന്റെ കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇവന്റെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും കണ്ടാണ്. അത് മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ എക്സ്പ്ലനേഷൻ വളരെ മോശം. യാതൊരു ബോധം വെളിവില്ല അവന്. ഏഷ്യാനെറ്റാണോ ഇനി ആദ്യം ഈ വാർത്ത പുറത്തു വിട്ടത്? അപ്പൊ ഇയാള് പറഞ്ഞൊരു സാധനം ഉണ്ട്, അതെന്തെങ്കിലും ആവട്ടെ. ഇയാൾ പറഞ്ഞ ഈ സാധനത്തിനകത്ത് പ്രശ്നം അവിടെ എന്ന് പറയുമ്പോൾ, അതായത് എക്സൈസിന്റെ ഉത്തരവാദിത്തം എന്ന് പറയുമ്പോൾ ഒരു എക്സൈസിന്റെ ഉത്തരവാദിത്തം തന്നെ ആവട്ടെ. ഇങ്ങനെ ഒരു കേസ് നടന്നു, ഈ കേസിൽ ഇത്ര പ്രതികളുണ്ട്, ഇന്നതാണ് വിഷയം എന്നും പറഞ്ഞിട്ട് ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇവരെന്തിനാ 9ാമത്തെ ഫോട്ടോ വെച്ച് എന്താണ് ഇത് പ്രചരിപ്പിച്ചത് അത് മനസ്സിലായി. അതിനെപ്പറ്റി ചോദിക്കുന്നതല്ല, അങ്ങനെ ചർച്ച വന്നപ്പോൾ പുള്ളി എക്സ്പ്ലെയിൻ ചെയ്യുന്ന വേറെ ഇങ്ങനത്തെ ഇത് കൈയടിക്കാൻ കുറെ കോൺഗ്രസ്സുകാരുണ്ട്. അതിനൊരു സാമാന്യ ബോധം വേണം. ഇനിയിപ്പോ അവര് ചെയ്യാൻ പോകുന്നത് എന്താ, ഇനി ഏതെങ്കിലും കോൺഗ്രസ്സുകാരുടെ മോനെ പിടിച്ചിട്ട് പറയും ദേണ്ട കണ്ടോ കോൺഗ്രസ്സുകാരനും അങ്ങനെയാന്ന് പറയുന്ന ഒരു സംഭവം നടന്നു കഴിയുമ്പോൾ അതൊക്കെ പൊങ്ങാൻ സാധ്യത ഉണ്ട്. ഇങ്ങനെയാണെങ്കിൽ അത് കുറെ നടക്കും. ഇപ്പോ ഇനി നടക്കാൻ പോകുന്നത് ഇങ്ങനെ കുറെ പിള്ളേരെ കൊണ്ടുവന്ന് മീഡിയയിലിട്ട്, ഇവനൊന്നും നാണയില്ലേ, ഇവനൊന്ന് ചിന്തിക്കണ്ട. ഇവൻ എന്തിനാ ജീവിക്കുന്നത് ഇങ്ങനെയാണേല്? ഈ ഒരു പയ്യനെ കൊന്നിട്ട് മറിച്ച് കിട്ടും എന്നുള്ളത് എല്ലാവരും ഓർത്താ മതി. അല്ല, ആ പയ്യനെ കൊല്ലണമെന്ന് ശരിക്കും. ഞാൻ തമാശ പറഞ്ഞില്ല. ഏഷ്യാനെറ്റിലെ വിനുവിനെ കൊണ്ട് അവനെ കൊല്ലാൻ പറ്റുവാന്ന് ചെയ്യണമെന്ന് എല്ലാവരും ഇങ്ങനത്തെ എക്സ്പ്ലനേഷൻ കൊടുക്കരുത്. ആ എക്സ്പ്ലനേഷൻ ഭയങ്കര മോശം എക്സ്പ്ലനേഷൻ ആണ്. ഇതിലും ഇനി എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അങ്ങനെ ഒരു ഇൻഫർമേഷൻ കൊടുക്കുവാന്ന് വിചാരിച്ചു, അന്തസ്സുള്ള ബുദ്ധി സ്ഥിരതയുള്ള ഒരാളത് പബ്ലിഷ് ചെയ്യത്തില്ല. അല്ല, ഈ പബ്ലിഷ് ചെയ്യുമ്പോ പോലും MLA-യുടെ മോനാന്നൊന്നും പറഞ്ഞ് പബ്ലിഷ് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെന്ന് ഈ ഫോട്ടോ ഇപ്പൊ ഇത്ര കുറ്റവാളികൾ, ഞാനൊരു പ്രമുഖൻ അവരെ പറയത്തില്ല ഇവനൊന്നും. ഒറ്റ കാര്യം അതിലേക്ക് വരാട്ടോ. ഒറ്റ കാര്യം, അതായത് ഇപ്പൊ ഇത് എത്രയോ ഗ്രാമം കണ്ടാണ് ഈ അതും 10 പേരുടെ കയ്യിലാണോ ഒരു ഗ്രാമോ 3 ഗ്രാം 9 പേരുടെ കയ്യിൽ നിന്ന് പിടിച്ചാൽ അതൊരു ക്വാണ്ടിറ്റി ആകാൻ പറ്റത്തില്ല. കാരണം 9 പേര് ഷെയർ ചെയ്താൽ അതിനകത്ത് ഒരു 100 ഗ്രാമൊക്കെ ഒരാടെ കിട്ടത്തുള്ളൂ.
ഇത് 3 ഗ്രാം 3 ഗ്രാം മാത്രമേ ഉള്ളൂ. 3-4 ഗ്രാം ആണെങ്കിൽ 9 പേരുണ്ടെങ്കിൽ അതെങ്ങനെയാ അതൊരു ക്വാണ്ടിറ്റി ആകുന്നേ? അതാ പറഞ്ഞത്. അപ്പൊ ഈ സാധനം വെച്ചിട്ട് ഇങ്ങനെ പെറ്റി കേസ് സ്റ്റേഷൻ ജാമ്യം കൊടുത്ത് വിട്ടിട്ടുണ്ടാവും, മനസ്സിലാവുണ്ടോ? അപ്പൊ അങ്ങനത്തെ ഒരു സാധനത്തിനകത്ത് ഇത് വേറെന്തോ സംഭവിച്ച പോലെ, ഇതെന്തോ മറ്റേ ഈ കഞ്ചാവ് വേട്ട നടത്തിയ പോലെ വാർത്ത വരികയാണ്. ഇവര് തന്നെയാണ് പ്രശ്നം, അല്ലാതെ അവനെ പിടിച്ചതോ. ഇപ്പൊ എന്റെ കേസ് നടക്കുന്നു, അവിടെ ഇവരെ ഇതാ ചെയ്തത്. നമ്മുടെ ഫോട്ടോ പ്രചരിപ്പിക്കും, 6 എണ്ണം വരുന്നു. അയാൾ ഇതുമായിട്ടൊരു ബന്ധമില്ലാത്ത ഒരാളുടെ ഫോട്ടോ വെച്ച് വാർത്ത കൊടുക്കുക. ആ കേസിൽ എത്രമാത്രം പ്രതിയാകണം? 6 എണ്ണം പ്രതിയാകുക പോലും അല്ല. പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, അങ്ങനല്ല. ഈ കംപ്ലൈന്റിലുണ്ട്, വിഷയത്തിലൊന്നും ഇല്ല. പോലീസുകാർ പറഞ്ഞിട്ടില്ല ഇങ്ങനൊരു കാര്യം. പോലീസുകാർ അന്വേഷിച്ചിട്ട് അത് പോലീസ് തന്നെ ഇവരെ പോലെ വിളിപ്പിച്ചിട്ട് പോലും ഇല്ല. കാരണം ആ പരാതി കൊടുത്ത ആളുടെ ഈ പ്രശ്നമുണ്ട്, ക്രെഡിബിലിറ്റി പ്രശ്നമുണ്ട്. അതൊരു കള്ളത്തരമാണെന്ന് പോലീസിന് തന്നെ സംശയം ഉള്ളത് കൊണ്ട് അല്ലേ പിന്നീട് പീഡന കേസ് അറസ്റ്റ് ചെയ്യത്തില്ലേ? അറസ്റ്റും ഇല്ല, ഒന്നുമില്ല. അവിടെ നിന്നാണ് ഇവന്മാര് വാർത്ത പൊക്കിക്കൊണ്ട് പോയിട്ട് ഇവരുടെ ഫോട്ടോ വെച്ചിട്ട് ആറാട്ടനെ പോലത്തെ ഒരാള് ആത്മഹത്യ ചെയ്തിരുന്ന എന്ത് ചെയ്തേനെ? അയാൾ ഒരു തരത്തിൽ ഇതിനകത്ത് ഇൻവോൾവ് അല്ല. അത്രയും തെണ്ടിത്തരം ഇവര് ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ പ്രശ്നമുണ്ട് ഇവർക്ക് മാധ്യമം എങ്ങനെയാണ് കൈകാര്യം ചെയ്യണമെന്ന് അറിയില്ല. ഇവര് മറ്റേ സോഷ്യൽ മീഡിയയിൽ ബൈറ്റ് മേടിക്കാനിരിക്കുന്ന മറ്റേ ക്ലിക്ക് ബൈറ്റ് ഉണ്ട്, അതിനിരിക്കുന്ന ആൾക്കാരെ പോലത്തെ പരിപാടിയുള്ളവര്. ഇവർ അതിനപ്പുറത്തോട്ട് വേറെ യാതൊരു മര്യാദയും, മൊത്തത്തിൽ വാർത്തകൾക്ക് വിലയില്ലാതായി പോയെന്ന്. അതാ കോമഡി. അതായത് ഇവരിപ്പോ ചെയ്തോണ്ടിരിക്കണ എന്താണെന്ന് അറിയാമോ? ഈ ന്യൂസ് ചാനലുകാർ ചെയ്തു കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ടല്ലോ, ഈ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബേഴ്സിനോടൊക്കെ ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുക. ക്ലിക്ക് വേണം, ഇവർക്ക് കൂടുതൽ വ്യൂ വേണം, അപ്പൊ കണ്ടന്റ് മേക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. മറുനാടനായിട്ടുള്ള ഫൈറ്റിലവരൊക്കെ. മറുനാടനുമായിട്ട് എന്താ പറ്റുന്നത്? മറുനാടൻ കർമ്മ ഈ പറഞ്ഞ പോലത്തെ ചാനലുകൾ വന്നില്ലേ? അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവർ ഈ കുറെ ഐറ്റങ്ങൾ പിടിച്ചുകൊണ്ട് വന്നിട്ട് പലതും പറഞ്ഞു കളഞ്ഞ്. മറുനാടൻ തോന്നിയ പോലെ പറഞ്ഞപ്പോൾ മറുനാടന് കോടികളുടെ റവന്യൂ വന്നു. അത് ആ കോടികൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ക്ലിക്കാ പോകുന്നത്. ഇവരെന്ത് ചെയ്തു? അതിലും തറപ്പണി കാണിച്ച് ഇപ്പൊ മറുനാടൻ ഒതുങ്ങി. മറുനാടൻ സൈഡാക്കിയിട്ട് ഇവര് തറപരിപാടി ഞങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞ് ഇവരങ്ങ് ഏറ്റെടുത്തു. കലാപരിപാടിയിൽ ഒരു പരിപാടിയാണ് ഈ പറയുന്ന MLA-യുടെ മോന്റെ കലാപരിപാടി. അങ്ങനത്തെ ഒരു ഊളപ്പരിപാടി അവതരിപ്പിച്ച മാധ്യമങ്ങളാണ് ഇവിടെ ഉള്ളത്. അത് ഏതൊക്കെ ചാനലാണെന്ന് എനിക്കറിയത്തില്ല ഏതൊക്കെ ചാനലാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഊളത്തരം എന്ന് പറഞ്ഞാൽ വെറും ഊളത്തരം. ഇത്രയും ഊളത്തരം ചെയ്യാൻ പാടില്ല. ആറാടന്റെ കേസിന് പാടില്ല. എന്റെ കേസ് വിട്ടേക്ക്, എനിക്കിത് മൈര എന്ന് പറഞ്ഞാലാണ് ഇങ്ങനെ ആയത്. അതെ അതെ, പക്ഷെ അതും മൈര, അതിലും വലിയ മൈര. എന്താ കാര്യം എന്ന് ചോദിച്ചാല് അതിന് കാരണം ഉണ്ടല്ലോ. ഇപ്പൊ ആറാടനും അത്ര വലിയ മൈര ആവത്തില്ലത്, പക്ഷെ ആ പയ്യനെ സംബന്ധിച്ച് മൈരാവും. കാരണം എന്താ, അവന് ഒരു മീഡിയ ഇതില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ ഇപ്പോഴും പറയും, ഇനിയും പറയും, പല സിറ്റുവേഷനിലും ഞാൻ പറയും. അത് അന്ന് കണ്ട 1,00,000 പേരല്ല ഇനി കാണാൻ പോകുന്നത്. അത് 1 കോടി ജനം കാണിക്കും ഞാൻ. അതുവരെ എനിക്ക് പറയാനറിയാം, എനിക്കിത് ചെയ്യാൻ അറിയാം. ഞാൻ കണ്ടന്റ് ഇനിയും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ ഈ ബനിയൻ അടിച്ചുകൊണ്ട് ഇറങ്ങുന്നിടത്തൊക്കെ കളിയുണ്ടല്ലോ, ഇതൊന്നും പയ്യന് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അവന് അഫക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നെ അഫക്ട് ചെയ്യത്തില്ല. എന്നെ സംബന്ധിച്ച് എന്തോ നടന്നത്. അത് കഴിഞ്ഞ് ഇവന്മാരെല്ലാം അകത്ത് പോയി കഴിഞ്ഞപ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മളെന്തോ വേറെ, ഇവൻ ചാത്തനാണോ, ഇവൻ കൂടോത്രം എവിടാ ചെയ്തത്, എവിടെ പോയപ്പോഴാ എന്നൊക്കെ പറഞ്ഞുള്ള പരിപാടി ക്രെഡിറ്റ് ആയിട്ടാ വരുന്നത്. എനിക്ക് നഷ്ടം ഉണ്ടായിട്ടില്ല ശരിക്കും പറഞ്ഞ. പക്ഷെ വീണ്ടും ഞാൻ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ എനിക്ക് പറയാൻ അറിയാവുന്നതും എല്ലാം നമുക്ക് ചാനലുള്ളത് കൊണ്ടും ഇവരുടെ തന്നെ ചാനലിൽ പോയി വേണേൽ പറയാൻ പറ്റും. ചിലപ്പോൾ ഒരു ദിവസം പറയാൻ പറ്റുന്നില്ല, അത് സംഭവിക്കും. അല്ല വേറൊരു ചാനലിൽ ചെന്നിരുന്ന് പറയാൻ പറ്റും. അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്കിത് മൈര, മനസ്സിലായി? അവിടെ ഇരുന്ന് ഈ പരിപാടി അവതരിപ്പിച്ചവനെയൊക്കെ വെറും മയിര്. നമ്മൾ അവനായിട്ടൊക്കെ ശരിക്കും കൂട്ടുക്കും, അണ്ണാക്കിലോട്ട് വെച്ച് കൊടുത്തോണ്ടിരിക്കും. ഇനി കൂടുതൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവനെ നമ്മൾ കരിയറിൽ നിന്ന് ഔട്ടാക്കും. അതിന് യാതൊരു സംശയമില്ലടൂ. പിന്നെ ഇത് തീട്ടമായതുകൊണ്ട് എടുക്കാത്ത അവൻ അത്രയ്ക്ക് ഇല്ല ശരിക്കും പറഞ്ഞാലേ. അതിനുള്ള ആളില്ല എന്ന് ശരിക്കും. നമ്മൾ പിടിച്ച ആൾക്കാരൊന്നും അത്ര പോരാ. എല്ലാം ഇവന്റെ പരിപാടി തെറിപ്പിക്കും, യാതൊരു സംശയമില്ല. അതെടുക്കാത്ത എല്ലാം അവനെ നമുക്ക് ഔട്ടാക്കാം. ഫീൽഡ് ഔട്ട് ആകുന്ന കണ്ടിട്ടുണ്ടോന്ന് ചോദിക്കും. അത് ചെയ്യാൻ പറ്റും, മെനക്കെട്ടാ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ഇറങ്ങി അതിനൊക്കെ നമുക്ക് സമയമില്ല. ചെയ്യാത്ത കേട്ടോ, ഉള്ള കാര്യം പറയാം. എനിക്ക് അവിടെ അത്ര വിരോധം തോന്നിയില്ല, ഉള്ള കാര്യം പറയാലോ. എല്ലാം മറ്റേ ലൈനിൽ നിൽക്കുവാന്ന് ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരുന്നേനെ. ഏതാ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അവന്മാർ പോയില്ല എന്നെങ്കിൽ ഇതിനെ നമുക്ക് വേറെ രീതി ഒരുപാട് വർക്ക് ചെയ്യേണ്ടി വരും. തിരിച്ച് ഇത്രയും ചെയ്യണ്ടോ? ഇത്രയും മീഡിയകളുടെ അവരുടെ മറ്റ് ഫേക്ക് ന്യൂസുകൾ പൊക്കാൻ നടക്കണം. അവര് ചെയ്തതെല്ലാം പിടിക്കണം. ഈ ആങ്കറിനെ അടുത്ത ഒറ്റയടിക്ക് ഊമ്പിപ്പോയി അവനവിടെ കിടക്കുക.
പുള്ളി പ്രശ്നത്തിലാവുന്നു, ഇയാൾക്കെതിരെ പീഡനാരോപണങ്ങൾ വരുന്നു, അവരെ സപ്പോർട്ട് ചെയ്ത് ഇക്ക വിളിച്ചവനൊക്കെ കാണാൻ വിളിച്ചു എന്നൊക്കെ പറഞ്ഞ് മറ്റേ ഡയലോഗ് എന്റെ പൊന്നെ വട്ടാളം വരെ വിട്ടിട്ട് വന്നിട്ടില്ല. ഞാൻ ചക്കാന്ന് പറഞ്ഞു പറഞ്ഞ് എന്റെ നെഞ്ചത്ത് കയറാൻ പറ്റും. എന്റെ ഇങ്ങനത്തെ സീനൊക്കെ ഇവിടെ ഉണ്ടാവുള്ളൂ. ഒന്ന് ആലോചിച്ചു. നാണയില്ലടാ, അത് പോലീസുകാർ സഹകരിക്കുവാന്ന് ഇവരോട്. അതെന്താന്ന് എനിക്ക് മനസ്സിലാവുള്ള. അതെങ്ങനെ ചക്ക എന്ന് പറഞ്ഞത് തന്നെ പാലായിട്ട് സ്റ്റേഷൻ ചക്കാന്ന് പറയാൻ പാടില്ല. ഇല്ല, കാരണം അത് ഇക്കയാ. ഇക്ക ഓമ്പില്ലാതെ നമുക്ക് പണിയാന്ന് ഇപ്പോഴും. ഇതൊക്കെ എന്താണോ എടാ, ഇയാളെങ്ങാനും ഈ കേസിൽ പെട്ടില്ല എന്നുണ്ടല്ലോ, ഈ പോലീസുകാർ പിന്നെയും പിന്നെ ഇവനൊക്കെ കൊടുക്കുന്ന നക്കാപ്പിച്ചയും മേടിച്ച് അല്ലെ അവൻ വിളിച്ചു പറയുമ്പോ നമ്മളൊക്കെ വിളിപ്പിക്കൂടെ ഇവര്. എന്തൊരു ഗതികെട്ട നാടാണ്. അതല്ല ഗതികെട്ട പോലീസുകാര്. അല്ല, പോലീസ് ഈ നാട്ടിലുള്ളതാണ്. ഇത് ഇവിടെ എല്ലാം ഇങ്ങനെയാണ്. അവരെന്ത് അവർക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായോന്ന് എനിക്കറിയത്തില്ല അവരുടെ ഗതികേട് എന്തുവാന്നല്ലേ. കാശ് കിട്ടി കാണുമോ എനിക്കറിയില്ല ഇവരൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ വർക്ക് ചെയ്യണെന്ന്. അവരെന്ത് യുക്തി അതിനകത്തുള്ളത്. ഇപ്പൊ തന്നെ വിളിപ്പിച്ചു, എന്നെ കൊണ്ടുപോയി ഈ കളിയൊക്കെ കളിപ്പിച്ചു. ആര് പറഞ്ഞിട്ടാ? ആരുടെ ഇൻട്രസ്റ്റ് അത്? ആരുടെ താല്പര്യപ്രകാരമാണ്? ആരെ സന്തോഷിപ്പിക്കാനാണെന്നുള്ള ഒറ്റ ചോദ്യമേ ഉള്ളൂ. ഇക്കാൻ ടീമിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇവിടെ കുറെ അവരുടെ അടിയാളന്മാരായിട്ട് അവരുടെ എറാൻ മോളികളും അവരുടെ നക്കാപ്പിച്ച പറ്റി ജീവിക്കുന്ന പോലത്തെ ആൾക്കാരുമായി മാറിയേക്കുക. ഗവൺമെന്റാ സാലറി കൊടുക്കുന്നത്, പക്ഷെ നമ്മളെല്ലാരും കൂടെ സാലറി കൊടുക്കുന്നത്. അത് മനസ്സിലാക്കാൻ ബുദ്ധിയില്ലാതെ എന്തോ കാണിക്കുക. കള്ളക്കേസെങ്കിൽ കള്ളക്കേസ് കൊടുത്തേക്കാൻ എഴുതിയേക്കുക. കലാപം സൃഷ്ടിക്കുക. മോഹൻലാലിന്റെ ആരാധകർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കിയിട്ട് ആ വാക്കുകൾ അതാ പറഞ്ഞ ഈ കോമഡികള് ഇവര് അവതരിപ്പിച്ചപ്പോ എനിക്ക് തോന്നുന്നത് താൻ ഈ മോഹൻലാലുമായിട്ട് സിനിമയ്ക്കായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇയാൾ അവിടെ പോയി കാണിച്ച മണ്ടത്തരമൊക്കെ പറയുന്നുണ്ടല്ലോ. ഇയാൾ വേഷം കിട്ടി അവിടെ പോയി മറ്റേ എവിടെ വയനാട്ടില്. അപ്പൊ ഇതൊക്കെ പറയുമ്പോഴേക്കും ചില ആൾക്കാർക്കൊക്കെ ഇത് ശരിയാന്ന് തോന്നിയിട്ടുണ്ടാവും. അപ്പൊ അവര് തമ്മിൽ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചിലപ്പോൾ ചില ഡയലോഗ് കടന്നുണ്ടാവും. അങ്ങനെ ഒരു സംഘർഷം ഉണ്ടാവുമോ എന്ന് ആലോചിച്ചാണോ ഇനി തന്നെ അറസ്റ്റ് ചെയ്തെന്ന് പറയാൻ പറ്റും. പക്ഷേ അതിനകത്തുള്ള ഏറ്റവും വലിയ കാര്യമുണ്ട്, ഇയാളുടെ ഫാൻസും തമ്മിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും. അതുമല്ല, അതിനകത്ത് അതിലും വലിയ കോമഡി ഉണ്ട്. അതിനകത്ത് ഏറ്റവും വലിയ കോമഡി എന്താണെന്നറിയോ? ആ വീഡിയോ വൈറലല്ല, ഞാൻ പറഞ്ഞ വീഡിയോ. അത് പ്രശ്നമായപ്പോ ഞാൻ ആ വീഡിയോ എടുത്ത് കളയുമ്പോൾ അതിന് 23,000 പേരെ വ്യൂ ചെയ്തിട്ടുള്ളൂ ആകെ. അതിനകത്തൊരു 20-30 കമന്റേ വന്നിട്ടുള്ളൂ. എൻ്റെ പേജ് പൊതുവെ അത്രേ വരത്തുള്ളൂ. അല്ലെ ആ ചാനൽ എടുത്ത് നോക്ക്, മാക്സിമം 50,000 വ്യൂ കൂടുതൽ വരത്തില്ല. അവര് പറഞ്ഞത് അവിടെ എല്ലാം തെറ്റുവാ, മനസ്സിലായി? ഇത് വൈറലാകുകയെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇവർക്ക് വാട്സപ്പിൽ കിട്ടണത്. ഇത് ഒരു വാട്സപ്പ് ഗ്രൂപ്പിലോ വേറെ ചാനൽ വഴി ഒന്നും കറങ്ങിയിട്ടില്ല. ഇത് വൈറൽ വീഡിയോ അല്ല. ആകെ 23,000 പേര് യൂട്യൂബിൽ കണ്ട വീഡിയോ ഫേസ്ബുക്കിലാണെങ്കിൽ ചിലപ്പോൾ ഒരു 10,000 പേരോടെ കണ്ടു കാണും. കാരണം എൻ്റെ ഫേസ്ബുക്ക് പേജൊക്കെ പോയി കിടക്കുക. അതിനകത്തും വ്യൂ ഇല്ലാത്തൊരു ചാനലിൽ കയറി ഇമാരി പറഞ്ഞത്. അവരുടെ അത്രയും ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ അതെ, ആർക്കാ വിഷമം ഉണ്ടാക്കിയെന്ന് പറയാം. ഇത് കേൾക്കുന്ന ആളുണ്ടല്ലോ, ഇവരുമായിട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകൾക്ക് മാത്രമേ എനിക്കൊന്ന് അവരായിരിക്കും ഈ ഒരു 3,000 പേര്, മനസ്സിലാവില്ല. അവര് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് സംസാരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അല്ലാതെ പൊതുവെ ഇത് അത്ര അറിഞ്ഞിട്ടൊന്നും ഇല്ലാന്ന്. എന്റെ ഈ ന്യൂസ് വന്നു കഴിയുമ്പോഴാണ് അറിയുന്നത് ഇവരെന്തിനാ അത് വിളിച്ചത്. അപ്പൊ ഞാൻ പറയുന്നത് കേട്ടിട്ട് എല്ലാവരും ശരിയാണ്. അല്ലേ അത്രയും പേര് അറിയത്തില്ല. പോട്ടെ, വെറുതെ ഇരുന്ന തള്ളടവായിന്നവരെ കേട്ട് പിന്നെ കല്യാണമാണോ അവിടെ അവര് പ്രായം ചെന്ന സ്ത്രീകളെ വിളിച്ച് അല്ല ഇതെല്ലാം നടക്കും. അവിടെ ഫോട്ടോ എടുക്കാനൊന്നും മോഹൻലാൽ, അതാണ് അവർക്ക് കിട്ടിയത്. അത്ര നടന്നുള്ളൂ. അതാ നമ്മൾ പറഞ്ഞു വന്ന വിഷയം. കൊലപാതകം, രാഷ്ട്രീയ കൊലപാതകം ഇനി നടക്കാതിരുന്ന നല്ലത്. രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്താതിരിക്കുന്നതാണ് ആ പരിപാടി. നിർത്തണം. കൊലപാതകങ്ങളെ ഒഴിവാക്കണം എന്നുള്ളതാണ്. അല്ല, രാഷ്ട്രീയ കൊലപാതകം നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. അല്ല, പറ്റുകയാണെങ്കിൽ ഒഴിവാക്കാനാ പറയണേ. അല്ല, എല്ലാരും ഒന്ന് വീഡിയോ കാണുന്നൊരു കൊലപാതകം ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഞങ്ങളായാലും കൊലപാതകം ചെയ്യത്തില്ല, അത് ഉറപ്പാ. ഭാരത സർക്കാർ താല്പര്യാർത്ഥം പൊതുജന താല്പര്യാർത്ഥം ആരും കൊല ചെയ്യരുത്. മോറൽ ഓഫ് ദ സ്റ്റോറി. അപ്പൊ നമുക്ക് ഇന്നത്തേക്ക് ബൈ. ബലാത്സംഗം ചെയ്യരുത്. ചെറിയ ചെറിയ മോഷണം നടത്തിയാലും കുഴപ്പമില്ല. ബലാത്സംഗം ഒഴിവാക്കണം.